ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല. മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചുവാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസിവര്യനായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ സനാതന ധർമ്മത്തിന്റെ വക്താവായി വിശേഷിപ്പിക്കുന്നത് ഗുരുനിന്ദയാണ് എന്ന വാദത്തിൽ ഉറച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതാതീതമായ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത്. മുഖ്യമന്ത്രി ശിവഗിരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്നലെയാണ് ഈ പ്രസംഗം നടത്തിയത്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അതേ വാചകങ്ങൾ മുഖ്യമന്ത്രി ആവർത്തിച്ചു. ഗുരു ചാതുർവർണ്ണയത്തിനെതിരെയാണ് നിലകൊണ്ടതെന്നും ഗുരുവിനെ തട്ടിയെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും KPCC പ്രസിഡന്റ് K സുധാകരനും പറഞ്ഞു. സനാതനധർമ്മത്തെയും ശ്രീനാരായണീയരെയും പിണറായി വിജയൻ അവഹേളിച്ചുവെന്നാണ് K സുരേന്ദ്രനും V മുരളീധരനും വിമർശിക്കുന്നത്. ഈ വിഷയം ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുമ്പോൾ ശ്രീ M ലിജു കോൺഗ്രസ്, ശ്രീ BB ഗോപകുമാർ BJP, ശ്രീ TS ശ്യാംകുമാർ ഗവേഷകൻ എന്നിവർ, ശ്രീ രാഹുൽ ഈശ്വറും ഈ ചർച്ചയിൽ പങ്കുചേരും. ആദ്യം ശ്രീ M ലിജു, സനാതനധർമ്മത്തിന്റെ വക്താവായി ശ്രീനാരായണ ഗുരുവിനെ അവതരിപ്പിക്കുന്നത് ഗുരുനിന്ദയാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത്. ഇന്ന് അദ്ദേഹം അത് ആവർത്തിക്കുന്നു. കോൺഗ്രസിനും ആ കാഴ്ചപ്പാടിനോട് യോജിപ്പുണ്ടോ? കോൺഗ്രസിൻ്റെ നിലപാട് വളരെ കൃത്യമായി KPCC പ്രസിഡന്റ് ഇന്നത്തെ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമാണ്. ഞാനും ഇന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ചാതുർവർണ്ണയത്തെ, വർണ്ണാശ്രമധർമ്മത്തെ, മനുഷ്യനെ അവരുടെ തൊഴിലിൻ്റെ പേരിൽ വിഭജിച്ച് ജാതിയുടെ പേരിൽ വിഭജിക്കുന്ന ഒരു ധർമ്മത്തെ ഒരിക്കലും ഗുരു പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അത്തരം ഒരു ധർമ്മത്തെ അല്ല ഗുരു പ്രതിദാനം ചെയ്തിട്ടുള്ളത്. ഗുരു പ്രതിദാനം ചെയ്തത് ഒരു യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റിയാണ്, മനുഷ്യത്വത്തെയാണ്, ആഗോള മനുഷ്യത്വത്തെയാണ് ഗുരു പ്രതിദാനം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വർണ്ണാശ്രമധർമ്മത്തിൻ്റെ വക്താക്കൾ ഗുരുവിനെ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ മാത്രം വക്താവാക്കി പല മതസാരവും ഏകം എന്ന് പ്രഖ്യാപിച്ച ഗുരുവിനെ മതസ്പർദ്ധയുടെ വക്താക്കളുടെ കളത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കില്ല എന്ന വളരെ കൃത്യമായ നിലപാടാണ് ഇന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഭാരതീയമായ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു പാരമ്പര്യത്തെ മുഴുവൻ തള്ളിക്കളയുക എന്നുള്ളതല്ല. നമ്മുടെ പാരമ്പര്യത്തിൽ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ മനുഷ്യനെ ജാതിയുടെ പേരിൽ വിഭജിച്ച് ഇതാണ് ധർമ്മം എന്ന് വ്യാഖ്യാനിച്ച ആ സംവിധാനത്തിന് എതിരായിരുന്നു ഗുരു. ആ നിലപാടാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. വ്യക്തമാണത്. ശ്രീ BB ഗോപകുമാർ, മുഖ്യമന്ത്രി സവിസ്തരം ഇന്നലെ ഗുരുവിന്റെ ദർശനങ്ങളെ പ്രതിപാദിച്ചു. ഗുരുവിന്റെ ദർശനങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളുകൾ, സന്യാസിമാരടക്കം സ്വാമിമാരടക്കം എഴുതിയതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളുടെ വേറൊരു പതിപ്പ് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അദ്ദേഹം നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അതെങ്ങനെയാണ് ഗുരുവിനെ അവഹേളിക്കലാവുന്നത്? V മുരളീധരനും K സുരേന്ദ്രനും ഒക്കെ പറയുന്നത് ശ്രീനാരായണീയരെയും ഗുരുവിനെയും മുഖ്യമന്ത്രി അവഹേളിച്ചു, സനാതന ധർമ്മത്തെ അവഹേളിച്ചു എന്നുള്ളതാണ്. ഗുരുവിന്റെ ദർശനം ഒരാൾ ശരിയായ നിലയിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് അവഹേളനമാവുക? ഒന്ന്, നമ്മൾ ഈ സനാതന ധർമ്മം എന്താണെന്ന് മുഖ്യമന്ത്രി ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സനാതനധർമ്മം പഠിക്കാതെ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ അത് മനഃപൂർവ്വമായിരിക്കാം. കമ്മ്യൂണിസ്റ്റ് ആശയം ഭാരതത്തിൽ പ്രചരിപ്പിക്കപ്പെടണമെങ്കിൽ ഭാരതത്തിൻ്റെ സനാതനധർമ്മം തന്നെ ഇല്ലാതാവണം എന്ന് ചിന്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇപ്പോൾ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ അവസ്ഥ എന്തിലേക്ക് പോകുന്നു, ഭാരതത്തിലെ അവസ്ഥ എന്തിലേക്ക് പോകുന്നു എന്നറിയാം. അപ്പോൾ സനാതനധർമ്മം എന്ന് പറയുന്നത് വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും കാലഘട്ടമാണ്. ലോകത്തിൽ ഏറ്റവും മാതൃകയായി നിൽക്കുന്നത് സനാതനധർമ്മമാണ്. അത് ഭാരതം സംഭാവന ചെയ്ത, ഭാരതത്തിന്റെ ആധ്യാത്മികത സംഭാവന ചെയ്താണത്. അല്ല, മുഖ്യമന്ത്രി അക്കാര്യത്തിൽ വിമർശിക്കുന്നത് തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വിഭജിക്കുന്നത് വർണ്ണാശ്രമ ധർമ്മം അഥവാ ചാതുർവർണ്ണ്യം ഈ സനാതന ധർമ്മത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതിൽ മനുഷ്യരെ പല കള്ളിയിൽ തിരിച്ച് മനുഷ്യരോട് വിവേചനം പുലർത്താറുണ്ടായിരുന്നു. അതിനെതിരെ പോരാടിയ, അല്ലെങ്കിൽ അതിനെതിരെ വലിയ തോതിൽ ആത്മീയമായും സാമൂഹ്യമായും ഒരു പോരാട്ടം നയിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ ഗുരു എന്തിനെയാണോ എതിർത്തത് അതിന്റെ വക്താവായി ഗുരുവിനെ ചിത്രീകരിക്കുക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും ഗുരുനിന്ദയായി മാറും എന്നുള്ളത് നമുക്ക് സാമാന്യമായി എല്ലാവർക്കും യുക്തിസഹമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണല്ലോ. ഗുരുദേവൻ ചാതുർവർണ്ണ വ്യവസ്ഥയാണ് എതിർത്തത്, ജാതിയെയും മതത്തെയുമാണ് എതിർത്തത്. സനാതനധർമ്മം എന്താ നമ്മെ പഠിപ്പിക്കുന്നത്?
സനാതനധർമ്മം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വേദങ്ങളും ഉപനിഷത്തുകളാണ്. വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ജാതി വ്യവസ്ഥ പറയുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് ഡ്രൈവേഴ്സ് യൂണിയൻ ഉണ്ട്. അത് ഡ്രൈവർമാർ ജോലി ചെയ്യുമ്പോൾ അവരെ നമ്മൾ വിളിക്കുന്ന പേര് ഡ്രൈവർമാരെന്നാണ്. കുടുംബശ്രീ പ്രവർത്തകരുണ്ട്. അവരെല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ടവരുണ്ട്. അവർ നമ്മൾ വിളിക്കുന്നത് എന്താ? കുടുംബശ്രീ പ്രവർത്തകരെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അപ്പോൾ തൊഴിൽ ചെയ്യുന്നവർ, സൈനിക സേവനം ചെയ്യുന്നവർ, അതുപോലെ ഓരോ സേവനം ചെയ്യുന്നവർക്ക് ഓരോ പേരുകളെന്ന് കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ സനാതനധർമ്മത്തിൽ പിൽക്കാലത്തുണ്ടായ പൗരോഹിത്യം സനാതനധർമ്മത്തിൻ്റെ ഒരു മൂല്യച്യുതിയിലേക്ക് മാറി. എന്താണോ സനാതനധർമ്മം ലക്ഷ്യമിട്ടത്, ഒരു സത്യാന്വേഷണമാണത്. ആത്യന്തികമായി മനുഷ്യനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യതിചലിച്ച് ചാതുർവർണ്ണ്യ വ്യവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ആ ചാതുർവർണ്ണ്യ വ്യവസ്ഥയ്ക്കെതിരായി സനാതനധർമ്മത്തെ ശുദ്ധീകരിച്ചുകൊണ്ട്, സനാതനധർമ്മത്തിലെ എല്ലാ മാലിന്യങ്ങളെയും നീക്കം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന, എല്ലാവർക്കും പ്രാപ്തമാകുന്ന രീതിയിലേക്ക് സനാതനധർമ്മത്തെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. സാന്ദ്രയില്ലായിരുന്നു. അരിവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ ഉണ്ടായിട്ടുള്ള എന്താ കുറിച്ചിട്ട വരികൾ, തീരുമാനങ്ങൾ, നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ശ്രമഫലമായി സമരങ്ങളുടെ ഭാഗമായിട്ടുണ്ടായ മുന്നേറ്റങ്ങൾ, ഇതൊക്കെയല്ലേ ഈ പറഞ്ഞ എല്ലാവർക്കും പ്രാപ്യമാക്കിയത്. ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അത് ഒരു നൂറ്റാണ്ട് പോലും ആയിട്ടില്ല ക്ഷേത്രപ്രവേശന വിളംബരത്തിന്. കൃത്യം ഒരു നൂറ്റാണ്ട് മുമ്പാണ് 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ വൈക്കം ക്ഷേത്രത്തിന് മുമ്പിലുള്ള വഴികളിലൂടെ, പാമ്പുകൾക്കും പഴുതാരകൾക്കും പോലും കടന്നു പോകാവുന്ന വഴികളിലൂടെ എല്ലാ മനുഷ്യർക്കും കടന്നു പോകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ ഒരു നൂറ്റാണ്ട് മുമ്പ് വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ ഒരു ഭാഗം പുരോഗമനത്തിന് വേണ്ടി നിന്നപ്പോൾ മറുഭാഗം അതിനെതിരായി നിന്നു. ആ വിഭാഗത്തെ അന്ന് പഴയ പത്രത്താളുകളോ ആ കാലത്തെ മാഗസിനുകളോ ഒക്കെ മറിച്ചു നോക്കി അറിയാം, സനാതനികൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ വൈക്കം ക്ഷേത്രത്തിന് മുമ്പിലുള്ള വഴികളിലൂടെ എല്ലാവരും നടക്കണം എന്ന വാദത്തെ, അല്ലെങ്കിൽ എല്ലാവരും ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്ന വാദത്തെ എതിർത്ത ആളുകൾ സനാതനികളായിരുന്നു. മഹാത്മാഗാന്ധി വന്ന് ചർച്ച നടത്തി. ഇന്ത്യൻ തുരുത്തിമനയിൽ ഗാന്ധിജി വന്നതൊക്കെ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണല്ലോ, പറ്റില്ല എന്നുള്ളതായിരുന്നു വാദം. കർമ്മം കൊണ്ടുള്ള കുഴപ്പമാണെങ്കിൽ അത് നമുക്ക് അത് ഏതെങ്കിലും തരത്തിൽ പൊറുക്കാം. ഒരു കള്ളത്തരം ചെയ്യുന്നത് അയാളുടെ കർമ്മമാണ്. പക്ഷേ ഈ ജാതി എന്ന് പറയുന്നത് ജന്മം കൊണ്ടുള്ള പാപമാണ്. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വരുത്താൻ പാടില്ല എന്നുള്ളതായിരുന്നു അക്കാലത്തെ സനാതനികളുടെ നിലപാട്. ആ കാലഘട്ടത്തിൽ ലോക സർവമത സമ്മേളനം നടത്തിയിട്ടുള്ള ആളാണ് നാരായണ ഗുരു. ആ നാരായണ ഗുരു എങ്ങനെയാണ് സനാതനത്തിന്റെ ഭാഗമായി മാറുക? ഇത് ചരിത്രത്തിന്റെ ഒരു ശീർഷാസന കാഴ്ചയാണ്. നിങ്ങൾ സനാതന ധർമ്മത്തെക്കുറിച്ച് കൃത്യമായൊരു നിർവചനം നേരത്തെ തന്നെ പറഞ്ഞോളൂ. സനാതനധർമ്മത്തെക്കുറിച്ച് ഒരു കൃത്യമായ നിർവചനം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പറയില്ല. അതാണ് ഞാൻ അത് സൂചിപ്പിച്ചത്. സനാതനധർമ്മത്തിൻ്റെ ശുദ്ധികലശം നടത്തി അതിനെ എല്ലാവർക്കും പ്രാപ്തമാക്കുന്ന രീതിയിലേക്ക് സനാതനധർമ്മത്തെ കൊണ്ടുവന്നു. ഇവിടെ സനാതനധർമ്മത്തെ എന്തിനാ പിണറായി എതിർക്കുന്നത്? എന്തിനാ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എതിർക്കുന്നത്? അപ്പോൾ ഇന്നും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇല്ലാതാകുമ്പോൾ ലോകത്തിന് ഇന്നും വഴികാട്ടിയായി നിൽക്കുന്നത് ഈ ശുദ്ധീകരിക്കപ്പെട്ട സനാതനധർമ്മങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അതിനെ ഇല്ലാതാക്കണമെന്നുള്ള മുഖ്യമന്ത്രി ആസൂത്രിതമായ നീക്കം. ഗുരുദേവനെ കുരിശിലേറ്റിയവരാണിവർ. ഇന്ന് ആ കുരിശിലേറ്റിയവർ ഇന്ന് ഗുരുവിൻ്റെ ആരാധകരായി എന്തുകൊണ്ട് മാറുന്നു? അവിടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിന് ക്ഷണിച്ചപ്പോൾ ക്ഷണം നിരസിച്ചയാളാണ്. ഇന്നവർ ശിവഗിരിയിൽ ഒരു ക്ഷണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഇത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായി. ഞാൻ ചോദിക്കട്ടെ, ഹിന്ദു ധർമ്മത്തെക്കുറിച്ച്, സനാതനധർമ്മത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നവർ മറ്റുള്ള മതങ്ങളുടെ വേദിയിൽ നിന്ന് ഇത്തരം പുരോഗമന ആശയങ്ങൾ പറയാൻ തയ്യാറാകുമോ എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ. അവിടെ ധാരാളം ചോദ്യങ്ങളുണ്ട്. സനാതന ധർമ്മം എന്നുള്ളത് ഹിന്ദുമതത്തെ ആകെ സൂചിപ്പിക്കുന്നതാണോ തുടങ്ങിയ തർക്കങ്ങൾ, ചർച്ചകൾ കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിൽ അവിടുത്തെ ഉപമുഖ്യമന്ത്രി പരാമർശം നടത്തിയപ്പോൾ മുതൽ നമ്മുടെ സമൂഹത്തിൽ സജീവമായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. ശ്രീ TS ശ്യാംകുമാർ ഇന്നലെ മുഖ്യമന്ത്രി ശിവഗിരി സമ്മേളനത്തിൽ പ്രസംഗിച്ചത് ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിന്റെ വക്താവോ പ്രയാക്തവോ അല്ല, മറിച്ച് അതിനെ ഉടച്ചു വാർത്ത പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു. സനാതന ധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്ന വർണ്ണാശ്രമ ധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മറികടന്നുകൊണ്ടും കാലത്തിനൊത്ത് നിലനിൽക്കുന്നതാണ് ഗുരുവിന്റെ നവയുഗ മാനവിക ധർമ്മം. മതങ്ങൾ നിർവചിച്ചു വെച്ചതേ അല്ല ഗുരുവിന്റെ നവയുഗ ധർമ്മം. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് അതുവരെ ആരും പറഞ്ഞിട്ടില്ല, ഒരു മതവും പറഞ്ഞിട്ടില്ല. സർവ്വമതങ്ങളുടെയും സാരം ഏകമാണ് എന്ന് അതുവരെ ഒരു മതവും പറഞ്ഞിട്ടില്ല. അപ്പോൾ വ്യക്തമാവുന്നത് മതാതീതമായ മനുഷ്യത്വത്തിന്റെ സത്തയെ ഉൾക്കൊള്ളുന്ന മനുഷ്യത്വപരമായ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത്. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ ക്രക്സ്. സനാതനം എന്ന് പറയുന്നത്
ഈ ചാതുർവർണ്ണയമല്ല, അതിനും വളരെ മുമ്പുള്ള വേദകാലമാണ്, പിന്നീട് അത് ശുദ്ധീകരിക്കപ്പെട്ടു എന്നാണ് വാദിക്കുന്നത്. താങ്കൾക്ക് ഇക്കാര്യത്തിൽ, താങ്കൾ പഠനങ്ങൾ നടത്തിയ ആളാണല്ലോ, ഉള്ള അഭിപ്രായം എന്താണ്? ഇതിനകത്ത് വളരെ വ്യക്തമായ നിർവചനം വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ തന്നെ വളരെ എന്താണ് ധർമ്മമെന്ന് വളരെ കൃത്യമായിട്ട് നിർവചിക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായ നിർവചനമുള്ള ഒന്നാണ് ഈ ധർമ്മം എന്ന് പറയുന്ന സങ്കല്പം. മനുസ്മൃതിയിൽ തന്നെ പറയുന്നു, ഭഗവൻ സർവവർണ്ണാനാം യഥാവദന പൂർവശഃ അന്തരപ്രഭവാണാം ച ധർമാൻ നോ വക്തുമർഹസി എന്നാണ് മനുസ്മൃതി 1-ാം അധ്യായം 2-ാമത്തെ ശ്ലോകം തന്നെ. അതായത് ബ്രാഹ്മണാദി 4 വർണ്ണങ്ങളുടെയും അന്തരാള ജാതികളുടെയും ധർമ്മങ്ങളെ വഴിപോലെ പറഞ്ഞു തരിക എന്നാണ് മഹർഷിമാർ മനുവിനോട് അപേക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ധർമ്മം എന്ന് പറയുന്നത് കൊണ്ട് ചാതുർവർണ്ണയവും വർണ്ണാശ്രമ ധർമ്മവുമാണെന്ന് മനുസ്മൃതിയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനി നമുക്ക് പിൽക്കാലത്ത് എഴുതപ്പെടുന്ന യാജ്ഞവൽക്യ സ്മൃതിയിലും പറയും, വർണ്ണാശ്രമേതരേഷ നോ ബ്രൂഹി ധർമാനശേഷതഃ എന്ന് പറയും. അപ്പോൾ ഇവിടെയും വർണ്ണാശ്രമ ധർമ്മത്തെയാണ് ധർമ്മം എന്നതുകൊണ്ട് യാജ്ഞവൽക്യ സ്മൃതിയിലും വ്യക്തമാക്കുന്നത്. ഇനി നമുക്ക് ആ സ്മൃതികളൊക്കെ അങ്ങ് ഉപേക്ഷിക്കാം. തന്ത്രവാർത്തികം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മീമാംസാ ഗ്രന്ഥത്തിൽ പറയും, സർവധർമ്മ സൂത്രാണാം വർണ്ണാശ്രമ ധർമ്മോപദേശിത്വാത് എന്ന് പറയും. വളരെ വ്യക്തമായിട്ട് തന്ത്രവാർത്തികത്തിൽ 1-ാം അധ്യായം 1-ാമത്തെ സൂത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് ധർമ്മം എന്നതുകൊണ്ട് വർണ്ണാശ്രമ ധർമ്മമാണെന്ന് വ്യക്തമാണ്. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ഏഷധർമ്മസ്ത്രീ എന്ന് തുടങ്ങുന്ന ആ അർത്ഥശാസ്ത്രത്തിലെ വരികളിൽ ധർമ്മം എന്നതുകൊണ്ട് ചാതുർവർണ്ണയമാണെന്നും വർണ്ണാശ്രമ ധർമ്മമാണെന്നും വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്. മഹാഭാരതത്തിൽ പരീക്ഷിത്തിൻ്റെ ഭരണകാലത്തെ പറ്റി പറയുമ്പോൾ പരീക്ഷിത്തിൻ്റെ ഭരണകാലം ഏറ്റവും നല്ല ഭരണകാലമായിരിക്കുന്നത് അത് ചാതുർവർണ്ണയത്തിൻ്റെയും വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഭരണക്രമം ഇരിക്കുന്നത് കൊണ്ടാണ് എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. പരീക്ഷത്തിനെ പറ്റി മാത്രമല്ല, ജനമേജയൻ്റെ ഭരണകാലം ഏറ്റവും നല്ല ഭരണകാലമാകുന്നത് അത് വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കുന്നത് കൊണ്ടാണ്. വാൽമീകി രാമായണത്തിൽ രാമൻ്റെ ഭരണകാലം ഏറ്റവും നല്ല ഭരണകാലമായിരിക്കുന്നത് അത് വർണ്ണാശ്രമധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ താടകയെ വധിക്കുന്ന ഒരു രംഗത്തെപ്പറ്റി വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ വിശ്വാമിത്രൻ രാമനോട് ഉപദേശിക്കുന്ന എന്താണെന്നറിയാമോ? ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിദുഷ്ടപരാക്രമം എന്ന പശുവിൻ്റെയും ബ്രാഹ്മണൻ്റെയും ഹിതം നടപ്പിലാക്കുന്നതിന് വേണ്ടി, ആ ധർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലയോ രാമ നീ താടകയെ വധിക്കുമെന്നാണ്. അപ്പം വേദ ഇതിഹാസ പുരാണ പാഠ പാരമ്പര്യങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ ധർമ്മം എന്നതുകൊണ്ട് അത് വർണ്ണാശ്രമ ധർമ്മമാണെന്നും ചാതുർവർണ്ണയമാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒന്നും ജാതിയില്ല, വളരെ ശുദ്ധമായ ഒന്നാണെന്നാണ് പറയുന്നത്. സത്യത്തിൽ ചരിത്രവിരുദ്ധവും വസ്തുതാവിരുദ്ധവുമായ ഒരു വാദമാണിത്. കാരണം ഏറ്റവും പ്രാചീന വേദമായ ഋഗ്വേദത്തിൽ മനുഷ്യരെ 4 തരംതിരിച്ചിരിക്കുന്ന പുരുഷ സൂക്തം ഉള്ളടങ്ങിയിട്ടുള്ളത്. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത എന്ന് പറയുന്നത് പുരുഷ സൂക്തത്തിലാണ്. ബ്രാഹ്മണന്റെ നാക്ക് വലിയ അമ്പ് പോലെയാണെന്നും അതേറ്റ മനുഷ്യരെല്ലാം ചത്തുപോകുന്നും പറയുന്ന അഥർവവേദത്തിലാണ്. തത്വമസി പറയുന്ന തത്വമസിയെ പറ്റിയാണല്ലോ ഇവിടെ പറയുന്നത്. തത്വമസി പറയുന്ന ചാന്തോക്യോപനിഷത്തിൽ തന്നെയാണ് പറയുന്നത് ചണ്ടാളന്മാർ യാഗശാലയിൽ പ്രവേശിച്ചാൽ യാഗശാല അശുദ്ധമാകുമെന്ന് പറയുന്നത് ചാന്തോക്യോപനിഷത്തിലാണ്. മനുഷ്യരെല്ലാവരും ഒന്നാണ്, അതാണ് എൻ്റെ മതം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. പല മതസാരവും ഏകമെന്ന് 1897 തന്നെ വിളംബരം ചെയ്തിട്ടുള്ള ആളാണ് നാരായണ ഗുരു. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ കള്ളിയിൽപ്പെടുത്തുക എന്നുള്ളത് ശരിയായ കാര്യവുമല്ല. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ തുടർന്ന് ഇപ്പോൾ സംഘപരിവാർ കേന്ദ്രങ്ങളൊക്കെ വിമർശിക്കുന്നത് മുഖ്യമന്ത്രി ശ്രീനാരായണീയരെ അവഹേളിച്ചു, അല്ലെങ്കിൽ ഈ സനാതന ധർമ്മത്തെ അവഹേളിച്ചു എന്നൊക്കെയാണ്. കാര്യമുണ്ടോ അതിൽ? അല്ല, ഇപ്പം എന്റെ സ്നേഹിതൻ ഇത്തരം വിഷയങ്ങളിൽ നല്ല പണ്ഡിതനായിട്ടുള്ള ശ്യാം സംസാരിച്ചതിന്റെ ഒരു ചെറിയ ഭാഗമേ കേട്ടുള്ളൂ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ സംസാരിക്കാൻ സമയം കൊടുക്കുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ നിങ്ങൾ എന്നിലേക്ക് വന്നതുകൊണ്ട് ഞാൻ ഇനിയിപ്പം ചുരുക്കത്തിൽ എന്റെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാം. ഈ ഒന്ന്, ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം എന്ത് എന്ന് ആലോചിക്കുന്നവർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞതിനെ കുറിച്ച് തർക്കമുന്നയിക്കാനുള്ള യാതൊരു പഴുതുമില്ല. നിങ്ങൾ തന്നെ പറഞ്ഞു, അദ്ദേഹം ഒരു കല്ലെടുത്ത് വെച്ച് ശിവപ്രതിഷ്ഠ നടത്തിയത് വളരെ പ്രസിദ്ധമാണല്ലോ 1888. അപ്പോ അവിടെ എഴുതി വെച്ചിട്ടുള്ള വരികളും വളരെ വ്യക്തമാണ്.
എന്നാൽ ഈ സനാതന ധർമ്മം എന്നൊക്കെ പറയുന്നവര് ഓർക്കേണ്ട കാര്യം ജാതീയമായ ശ്രേണീബദ്ധമായ വേട്ടയാടലല്ലേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും പല ഗ്ലാസുകൾ വെച്ച് പിന്നെ ചായക്കടകൾ നടത്തുകയാണല്ലോ. കേരളത്തിലാണെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ പിന്നെ ചിന്തയും ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാരും കേരളത്തിലുള്ളത് കൊണ്ടാണ്. കേരളത്തിന് പുറത്തുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും എത്ര മോശമായ വിധത്തിലാണ് ജാതി നടപ്പാക്കപ്പെടുന്നത്. അപ്പം സനാതനധർമ്മം എന്ന് പറയുന്നത് ഈ ജാതീയതയെല്ലാം ന്യായീകരിക്കുന്നവരല്ലേ. ശംഭൂകന്റെ വധത്തെ ന്യായീകരിക്കുന്നതല്ലേ ഈ സനാതനധർമ്മം. ശൂദ്രം അക്ഷര സംയുക്തം ദൂരത പരിവർജയലെന്നായിരുന്നില്ലേ, അക്ഷരം പഠിച്ച് ശൂദ്രനെ ആട്ടിപ്പായിക്കണമെന്നായിരുന്നില്ലേ ഈ സനാതനധർമ്മത്തിന്റെ അനുശാസനം. അതെല്ലാം മാറിയത് ഐക്യത്തിനെതിരായി ഇത്തരത്തിലുള്ള ജാതീയ വ്യത്യാസങ്ങൾക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ നടന്നതിന്റെ ഭാഗമാണ്. ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചും തൊട്ടുകൂടായ്മയും തെറ്റിക്കൂടായ്മയും ശിക്ഷാർഹമാണ്. അപ്പൊ സനാതനധർമ്മം എന്ന് പറഞ്ഞ് വാദങ്ങൾ ഇത്തരം ജാതീയ അസമത്വങ്ങളെയും ജാതീയ അടിമത്വത്തെയും ഒക്കെ ന്യായീകരിക്കുന്ന ഒരു തരത്തിലും ആധുനിക സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പിന്നെ എല്ലാ കാലത്തും മാറ്റമില്ലാത്ത ധർമ്മം എന്ന സങ്കല്പം തന്നെ അശാസ്ത്രീയമാണ്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ എന്തെങ്കിലും ധർമ്മം ഉണ്ടോ? മനുഷ്യസ്നേഹം പോലുള്ള ധർമ്മങ്ങളുണ്ട്. അതല്ലാതെ ജാതിമത ആചാരങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി സനാതന ധർമ്മവാദഗതികൾ ഉയർത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇതിനകത്തെല്ലാം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ മതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മതങ്ങളെല്ലാം ഒരു കാലത്തുണ്ടായതല്ല. അക്ബർ ഒരു മതം കൊണ്ടുവരാൻ ഇസ്ലാം അടിച്ചേൽപ്പിക്കാനല്ല അക്ബർ തയ്യാറത്. ദിന്നില്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മതങ്ങളിലെയും നല്ല മൂല്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു പുതിയ മതം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ശ്രീനാരായണ ഗുരുവാണ് ഇക്കാലത്ത് ഏറ്റവും മഹത്തായ ആശയം മുന്നോട്ട് വെച്ചത്. നിങ്ങൾ തന്നെ പറഞ്ഞു, പല മതസാരവും ഏകമാണ്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യൻ സഹോദരനെയപ്പം പറഞ്ഞു, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്, എന്നാൽ വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം എന്ന് പറഞ്ഞു. സനാതനധർമ്മമല്ല വേണ്ടത്, യഥാർത്ഥ മനുഷ്യധർമ്മമാണ് വേണ്ടത്. ഇത് സഹോദരനെയപ്പം പറഞ്ഞത് ശരിയാണ് എന്നാണ് ശ്രീനാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത്. അപ്പൊ കുറച്ചും കൂടെ സമചിത്തതയോടുകൂടി ഈ കാര്യങ്ങളെ സമീപിക്കാനുള്ള ചിന്താപരമായ ധീരതയും അതുപോലെ തന്നെ സത്യസന്ധതയും നമുക്കുണ്ടാവണമെന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് ഇതിന്റെ ഒരു രാഷ്ട്രീയ വിവക്ഷ കൂടി ശ്രീ എം എ ബേബി, കഴിഞ്ഞ വർഷം ഇതേപോലെ സനാതന ധർമ്മം സംബന്ധിച്ചൊരു പരാമർശം തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ നടത്തിയതിനെ തുടർന്ന് വലിയ തോതിലുള്ള റിയാക്ഷൻ ഉണ്ടായി. അതിപ്പോ ദക്ഷിണേന്ത്യയേക്കാൾ കൂടുതൽ ഉണ്ടായത് ഉത്തരേന്ത്യയിലാണ്. ഇപ്പൊ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്നറിയില്ല. ദേശീയ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്ന് കമന്റ് പ്രതീക്ഷിക്കുന്നത് ഈ വിഷയത്തിലാണ്. അപ്പോൾ ഈ സനാതന ധർമ്മ ഡിബേറ്റ് ദേശവ്യാപകമായി നടക്കാൻ പോവുകയാണ്. അതിന്റെ കോണ്ടെക്സ്റ്റ് കേരളം മാത്രമായിരിക്കില്ല താനും. അപ്പോൾ ഇതിന്റെ ഒരു അന്തിമ ഫലശ്രുതി എന്താണ് എന്നുള്ളത് കൂടി ഒരു ചോദ്യമാണ്. സനാതനധർമ്മ ചർച്ച ഒരിക്കൽ കൂടി തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയുടെ പ്രസ്താവന കഴിഞ്ഞു, ഇപ്പോ കേരള മുഖ്യമന്ത്രിയുടെ പരാമർശം വെച്ചും ദേശവ്യാപകമായി നടക്കാൻ പോവുകയാണ്. നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചും ശാസ്ത്രീയമായി തുറന്ന മനസ്സോടുകൂടി ചർച്ച ചെയ്യണം. സനാതനധർമ്മത്തെ ന്യായീകരിക്കുന്നവർക്ക് അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അവർ അക്കമിട്ട് എണ്ണി വിശദീകരിക്കട്ടെ. ജാതീയതയോടുള്ള സമീപനം എന്താണ്? അക്ഷരം പഠിക്കാൻ ശൂദ്രന് അവകാശമില്ല എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഈ ചാതുർവർണ്ണ സംവിധാനത്തിന് തന്നെ പുറത്താണ്. ഇതൊക്കെ ആയിരുന്നല്ലോ ഇന്ത്യ നടപ്പായിരുന്നത്. അതെല്ലാം അതേപടി തുടരണമെന്നാണോ ഈ സനാതന ധർമ്മക്കാർ വാദിക്കുന്നത്? അവർ വാദിക്കട്ടെ. ആ സനാതന ധർമ്മത്തിന്റെ യാന്ത്രിക വ്യാഖ്യാനത്തിന്റെ അപാകതകളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് മുഖ്യമന്ത്രി പറയും. കാര്യം CPIM പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയാണ് മുഖ്യമന്ത്രി. CPIM ഇതിനെക്കുറിച്ചുള്ള ധാരണയുണ്ട്. CPIM അനുകൂലിക്കുന്നത് മാനവികതയാണ്, മനുഷ്യസ്നേഹത്തെയാണ്. എല്ലാ മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമാണ്. മതനിർമുക്തമായ ജീവിതം നയിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനും അവകാശമുണ്ട്. വനവാസം നടത്തുന്ന രാമനെ ചെന്ന് സഹോദരൻ കണ്ടപ്പോൾ ചാർവാകന്മാർക്കൊക്കെ സുഖം തന്നെയാണോ എന്ന് രാമൻ ചോദിച്ച കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. ചാർവാകന്മാർ നിരീശ്വരവാദികളായിരുന്നു. ആ നിരീശ്വരവാദവും അംഗീകരിക്കുന്നതായിരുന്നു ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ ഒരു ഭാഗം. മറിച്ച് തപസ് ചെയ്ത ശംഭൂകനെ കൊന്ന രാമനെയും നമുക്ക് ഈ പുരാണങ്ങളിലും മറ്റും കാണാൻ കഴിയും. അപ്പൊ ഇതെല്ലാം സംബന്ധിച്ച ആരോഗ്യകരമായ തുറന്ന സംവാദം ഉണ്ടാവട്ടെ.
തുറന്നെന്തെങ്കിലും പറയുമ്പോൾ അവരെ ഇന്ത്യൻ പാരമ്പര്യത്തെ അധിക്ഷേപിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് അട്ടഹസിച്ചിട്ട് ഒന്നും കാര്യമില്ല. അതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല. ശരി, അതൊരു ശരിയായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 1924 ഗുരു സർവ്വമത സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹവും പറഞ്ഞത് വാദിക്കാനും ജയിക്കാനുമല്ല, ഇത് അറിയാനും അറിയിക്കാനുമാണ് എന്നാണ്. അതുപോലെ ഈ മുഖ്യമന്ത്രിയുടെ 100 കൊല്ലം കഴിഞ്ഞ ശേഷം നടക്കുന്ന ഈ പ്രസംഗത്തെ തുടർന്നുണ്ടാവുന്ന ചർച്ചകളും വാദിക്കാനും ജയിക്കാനും എന്നുള്ളതിലുപരി അറിയാനും അറിയിക്കാനും ആവട്ടെ എന്ന് വിചാരിക്കാം. ശ്രീ എം ലിജു, നോക്കൂ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് 1888 അരുവിപ്പുറത്ത് ഒരു കല്ല് പ്രതിഷ്ഠിച്ച് ക്ഷേത്രപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ഗുരു പറയുന്നത്. അപ്പോൾ ഗുരുവിന്റെ ദർശനം അതിൽ വളരെ വ്യക്തമാണ്. അദ്ദേഹം ഒരു പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സമൂഹ സങ്കല്പം അവതരിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷം ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാകുമ്പോൾ ആ ഭരണഘടനയുടെ ആമുഖവും ഏതാണ്ട് ഗുരു പറഞ്ഞ അതേ കാര്യങ്ങളാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഫ്രീഡം, ജസ്റ്റിസ്, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ഈ കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെയും ആധാരശില. അപ്പോൾ എന്താണോ ഗുരു വിഭാവനം ചെയ്തത് അത് 6-7 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് ഇന്ത്യ ഒരു ദേശരാഷ്ട്രമായപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ രൂപത്തിൽ അത് വരുന്നുണ്ട്. അപ്പോൾ ഒരു ആധുനിക സമൂഹം എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കൂടി പങ്കുവച്ചിട്ടുള്ള നാരായണ ഗുരു ഒരു മതവാദി മാത്രമായി ചുരുക്കപ്പെടുക എന്നുള്ളത് അപകടകരമായ ഒരു സാഹചര്യമാണല്ലോ ഏത് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലും. അത് കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഗുരുവിനെ സംബന്ധിച്ച് ഗുരു ഒരിക്കലും ഒരു മതവാദി അല്ലല്ലോ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് ഗുരു പറഞ്ഞു. നേരത്തെ ശ്രീ എം എ ബി സംസാരിച്ചപ്പോൾ അദ്ദേഹം സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞു. സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന് സഹോദരൻ അയ്യപ്പൻ പറയുകയുണ്ടായി. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു. ആ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന് പറഞ്ഞതിന് ശേഷം സഹോദരൻ അയ്യപ്പൻ പറയുന്നത് ധർമ്മത്തെക്കുറിച്ചാണ്. സഹോദരൻ അയ്യപ്പൻ ഇത് പറഞ്ഞ കവിതയുടെ പേര് തന്നെ ധർമ്മം എന്നാണ് ആ കവിതയുടെ പേര്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സത്യവും ദയവും സ്നേഹം ശുശ്രൂഷയും അഭേദമായി സർവത്തോടും എടുക്കുന്ന ധർമ്മം ശരണമേവനും. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾ ശ്രദ്ധിക്കണം. സത്യം, ദയ, സ്നേഹം. സത്യം, ദയ, സ്നേഹം എന്നത് മുരുക്കുമ്പുഴ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ പ്രതിഷ്ഠ നടത്തിയപ്പോൾ അവിടെ എഴുതി വെച്ചിരുന്നത് സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ക്രക്സ് ഇതാണ്. ഗുരു ഒരു ആധുനിക സമൂഹത്തെ സ്വപ്നം കണ്ട ആളാണ്. അവിടെ ഗുരുവിന് ഏറ്റവും പ്രചോദനമായത് നേരത്തെ പറഞ്ഞ സത്യവും ധർമ്മവും ദയയും സ്നേഹവുമാണ്. അത് ഇക്വാളിറ്റിയും ഫ്രട്ടേണിറ്റിയും ജസ്റ്റിസും എല്ലാം അടങ്ങുന്ന ആധുനിക മൂല്യങ്ങളാണ്. ഇപ്പോൾ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന പദം നമ്മുടെ ഭരണഘടനയിൽ അങ്ങേയറ്റം പ്രാധാന്യം നൽകുന്ന ഒരു പദമാണ്. ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന പദത്തെ ഡോക്ടർ BR അംബേദ്കർ അതിനെ ഡിഫൈൻ ചെയ്തത് മൈത്രിയായിട്ടാണ്. ഗുരു അതിനെ സാഹോദര്യമാണ്. ഗുരുവാണ് സോദരത്വേന വാഴുന്ന, നേരത്തെ അഭിലാഷ് സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് പറഞ്ഞു. ആ വാക്കുണ്ടല്ലോ, സോദരത്വേന എന്ന് പറയുന്ന വാക്ക്, സാഹോദര്യം എന്ന് പറഞ്ഞ വാക്ക്, അതാണ് ഫ്രട്ടേണിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരു ഒരു ആധുനിക രാഷ്ട്രത്തെ സ്വപ്നം കണ്ട ആളായിരുന്നു. ആധുനിക രാഷ്ട്രം രാഷ്ട്രത്തിനപ്പുറത്ത് ഏകലോകമാണായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം. അത് ഏകലോകമായിരുന്നു, യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി ആയിരുന്നു. രാജ്യത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അതിർത്തികൾക്കപ്പുറത്തുള്ള മനുഷ്യത്വത്തെയാണ് ഗുരു പ്രതിദാനം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആധുനിക ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യ ജന്മം കൊണ്ടപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ഗുരു പലതവണ ആവർത്തിച്ച സോദരത്വം, സാഹോദര്യം, ഫ്രട്ടേണിറ്റി പ്രത്യക്ഷപ്പെട്ടതിൽ ഒരത്ഭുതവുമില്ല. അത് ഗുരു റെപ്രസെൻ്റ് ചെയ്ത ഏറ്റവും മഹത്തായ ആശയമാണ്. അത് തന്നെയാണ് ഇന്ത്യയിൽ റെപ്രസെൻ്റ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ അഭിലാഷ്, നമ്മൾ ഈ ഒരു ചർച്ചയെക്കുറിച്ച് സംസാരിച്ചാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ ഞാനതിനെ പോസിറ്റീവായി കൂടി കാണുകയാണ്. എനിക്ക് മുഖ്യമന്ത്രി പറഞ്ഞ പ്രസംഗത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം സമ്പൂർണ്ണമായി ഭാരതീയ മൂല്യങ്ങൾ മുഴുവൻ തള്ളിക്കളയേണ്ടതാണ് എന്ന അഭിപ്രായം എനിക്കില്ല. നമ്മുടെ രാജ്യത്തിന് മഹത്തായ ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ട്. ആ സാംസ്കാരിക പാരമ്പര്യത്തിൽ പക്ഷേ പുഴുക്കുത്തുകൾ ഉണ്ടായിരുന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഭാരതീയ ആയിരക്കണക്കിന് വർഷം ഈ നാട്ടിലെ മനുഷ്യരെ ജാതിയുടെ പേരിൽ വർണ്ണാശ്രമ ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടു. ഒരു തൊഴിലിൽ ജനിച്ചു പോയാൽ, ഒരു തൊഴിൽ ചെയ്യുന്ന സമൂഹത്തിൽ ജനിച്ചു പോയാൽ അവരുടെ മക്കളും അതേ തൊഴിൽ ചെയ്യണം. തൊഴിലുകളെ വിഭജിച്ചു, തൊഴിലുകളെ ക്ലാസിഫൈ ചെയ്തു. ചില തൊഴിലുകൾ ഉദാത്തമായി, ചില തൊഴിലുകൾ അങ്ങേറ്റം മോശമായി. മോശപ്പെട്ട തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ അകറ്റി നിർത്തേണ്ടവരാണ് എന്ന വിശ്വാസമുണ്ടായി. ഗുരു തകർത്തെറിഞ്ഞ ഈ വിശ്വാസത്തെയല്ലേ. അരുവിപ്പുറത്ത് കേവലം 32 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഈശ്വരപ്രതിഷ്ഠ നടത്തിയതിലൂടെ ഈ വർണ്ണാശ്രമ ധർമ്മത്തെ തന്നെയാണ് ഗുരു തള്ളിക്കളഞ്ഞത്. അതായത് ഈശ്വരപ്രതിഷ്ഠ നടത്തുവാൻ
ഈ വർണ്ണാശ്രമ ധർമ്മത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന ബ്രാഹ്മണർക്ക് മാത്രമേ കഴിയൂ എന്ന വിശ്വാസത്തെയാണ് അദ്ദേഹം തള്ളിക്കളഞ്ഞത്. എനിക്കതിൻ്റെ അവകാശമുണ്ട്, ഞാൻ ഈ അടിസ്ഥാന ആശയങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായും അത്തരം ആ വർണ്ണാശ്രമ ധർമ്മത്തെ ഗുരു തള്ളിക്കളഞ്ഞു എന്ന് എത്ര തവണ ആവർത്തിച്ച് പറഞ്ഞാലും അത് തെറ്റല്ല, അത് ശരി തന്നെയാണ്. ഒരു വർണ്ണാശ്രമ ധർമ്മത്തിന്റെ വക്താവായിരുന്നില്ല. ജാതിയുടെ പേരിൽ മനുഷ്യനെ വിഭജിക്കേണ്ടവരാണ്, പിതാവിന്റെ തൊഴിൽ തന്നെ മക്കളും പിന്തുടരണം എന്ന് പറയുന്ന ആശയത്തെ സമ്പൂർണ്ണമായി തള്ളിക്കളഞ്ഞ ആള് തന്നെയാണ് ഗുരു. അതിന് ആര് പറഞ്ഞാലും ശരി തന്നെയാണ്, തീർച്ചയായും അതിനകത്തൊരു തെറ്റുമില്ല. തീർച്ചയായും ആ അർത്ഥത്തിൽ കൂടി നമ്മൾ ഇതിന്റെ സാമൂഹികതയെ ബി ഗോപകുമാർ, ശ്രീനാരായണ ഗുരു നിരവധി ക്ഷേത്ര പ്രതിഷ്ഠകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ബ്രാഹ്മണ്യത്തിന്റെ രീതികളെ പിൻപറ്റി ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ടുള്ള ആളല്ല. നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് അദ്ദേഹം അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ അദ്ദേഹം തന്നെ എഴുതി വെച്ചതും പറഞ്ഞതുമായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. മനുഷ്യൻ എന്നത് കെട്ടുപോയാൽ പിന്നെ മതം കൊണ്ട് എന്താണ് ഗുണം എന്ന് നാരായണ ഗുരു ചോദിച്ചിട്ടുണ്ട്. പല മത സാരവുമേകം ജഗതിയിൽ ഇമ്മതമേകം എന്ന് 1897 ഗുരു പറയുന്നുണ്ട്. 1920 തന്റെ 65ാമത്തെ ജന്മദിനത്തിലാണ് ഗുരു ജാതി നിർണയത്തിൽ പറയുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന്. അദ്ദേഹം ഒരു വിശ്വമാനവിക ദർശനം മുന്നോട്ട് വെച്ചു. അദ്ദേഹം തന്നെ ഒരു വിളംബരം പുറപ്പെടുവിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നെ ഒരു ജാതിയിലും നമ്മെ ഒരു ജാതിയിലും മതത്തിലും പെടുത്തരുത്, എനിക്ക് ജാതിയില്ല എന്ന് പ്രഖ്യാപിച്ച, എനിക്ക് മതമില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് ഗുരു. അപ്പോൾ അദ്ദേഹത്തിന്റെ ദർശനം എന്ന് പറയുന്നത് വിശ്വമാനവിക ദർശനമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായ ഏറ്റവും മഹാനായ ദാർശനികനും ഏറ്റവും മഹാനായ മനുഷ്യനുമാണ്. നമ്മൾ യുഗപ്രഭാവൻ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ കേവല മതവാദിയായി ചുരുക്കുക എന്നുള്ളത് എന്ത് ലക്ഷ്യത്തിലായാലും, രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാകാം, മറ്റു പല ലക്ഷ്യങ്ങളുണ്ടാവാം, എന്തിന്റെ പേരിലായാലും അത് അക്ഷന്തവ്യമായ ഒരു തെറ്റല്ലേ? ഗുരുവിനെ മതവാദിയായി ആരും കണക്കാക്കില്ല. ഗുരു വിശ്വമാനവികതയുടെ പ്രതീകമാണ്. മരുത്വാമലയിലെയും അരുവിപ്പുറത്തെയും തപസ്സിന് ശേഷം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠയാണ് നടത്തിയത്. പിന്നീട് 42 ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തി. ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ പ്രതീകമായ ദേവന്മാരുടെയും ദേവിമാരുടെയും വിനായകൻ്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ശിവഭഗവാന്റെയും ഒക്കെ പ്രതിഷ്ഠകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇവിടെ ചാതുർവർണ്ണ്യ വ്യവസ്ഥയെ പൂർണ്ണമായും എതിർത്ത് ആ ചാതുർവർണ്ണ്യ വ്യവസ്ഥയ്ക്കെതിരായുള്ള പോരാട്ടം നടത്തി ഭാരതത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും ഒരേപോലെ ശുദ്ധീകരിക്കാനുള്ള ഇടപെടലാണ് സനാതനധർമ്മത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഗുരുദേവൻ നടത്തിയിട്ടുള്ളത്. അദ്വൈത സിദ്ധാന്തത്തെ അത് മാനുഷിക മൂല്യത്തോടു കൂടിയാക്കി മാറ്റാനാണ് ശ്രമം നടത്തിയിട്ടുള്ളത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇവിടെ ശ്രീ MA ബേബി പറയേണ്ടായി, അദ്ദേഹം സനാതനധർമ്മം വേണ്ട എന്ന് പറയുന്നു. അവിടെ മറ്റുള്ള സെമിറ്റിക് മതങ്ങളാകാമോ? എന്തുകൊണ്ട് ഇപ്പോൾ ശ്രീ M ലിജു ആരോടാ യോജിച്ചേ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ശ്രീ M ലിജു യോജിക്കുക. അവർ രണ്ടുപേരുടെയും നിലപാടെന്താ? ഭാരതം ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള സനാതനധർമ്മം ഇവിടെ ആവശ്യമില്ല, അതിന് ചില പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഞങ്ങളാരും അംഗീകരിക്കുന്നില്ല. സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ സത്യാന്വേഷണമാണ്. ആ ഒരു മാനവികതയാണ് എൻ്റെ ലക്ഷ്യം. ആ മാനവികതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഗുരുദേവൻ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഇടപെടല്. പ്രതീകമാണ് ഗുരുദേവൻ. അതുകൊണ്ടാണ് എല്ലാവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമെന്ന് എഴുതി വെച്ചത്. അവിടെ 42 പ്രതിഷ്ഠകൾ നടത്തി. എന്താ ഇവിടെ ഒരു ആശ്രമം സ്ഥാപിച്ചപ്പോൾ ആലുവ ആശ്രമത്തിന് അദ്ദേഹം ഇട്ട പേരെന്താ? ആലുവ അദ്വൈതാശ്രമം. ശിവഗിരിയിൽ സ്ഥാപിച്ച വിദ്യാലയത്തിന് ബ്രഹ്മവിദ്യാലയം. ഇതൊക്കെ സനാതനധർമ്മത്തിന്റെ പ്രതീക. അതുകൊണ്ടാണ് സനാതനധർമ്മത്തിന്റെ അധാർമികമായ എല്ലാത്തിനെയും ശുദ്ധീകരിച്ചുകൊണ്ട് ഭാരതം സംഭാവന ചെയ്തിട്ടുള്ള സനാതനധർമ്മത്തിന്റെ യഥാർത്ഥമായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാനവരാശിയെ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് വിശ്വമാനവികതയുടെ പ്രതീകമായി ഗുരുദേവൻ നിലനിൽക്കുന്നത്. അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കി. ഇവിടെ ഏതെങ്കിലും അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിഫലനമായിട്ടാണോ ഭാരതത്തിൻ്റെ ജാതി വ്യവസ്ഥയ്ക്കും മത വ്യവസ്ഥയ്ക്കും എതിരായുള്ള പോരാട്ടം ഗുരുദേവൻ നടത്തിയിട്ടുള്ളത്? അത് ആധ്യാത്മികതയും ഭൗതികതയും ആ രണ്ടിടത്തും ഭാരതത്തിലുണ്ടായിരുന്ന എല്ലാ അനാചാരങ്ങളെയും എല്ലാ അന്ധവിശ്വാസങ്ങളെയുമാണ് ഗുരുദേവനില്ല. ഗുരുദേവൻ അന്ധവിശ്വാസങ്ങൾക്കെതിരെ സമീപനം സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്താണ് ലിജു പറഞ്ഞോളൂ.
ഒന്ന്, ഞാൻ ശ്രീ ബി ഗോപകുമാർ പറയുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ചപ്പോൾ തന്നെ ഞാൻ ശ്രീ പിണറായി വിജയൻ പറഞ്ഞതിനോട് യോജിച്ചു എന്ന രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യാനാണ് ശ്രമിച്ചത്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ധർമ്മം വർണ്ണാശ്രമ ധർമ്മമാണ് എന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ പരിപൂർണമായി എതിരാണ്. രണ്ടാമത്തെ കാര്യം, സനാതനം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നമ്മളതിന് ഇംഗ്ലീഷിൽ എക്സ്റ്റേണൽ എന്ന് പറയും. എന്നും നിലനിൽക്കുന്നതാണ് സനാതനം. അങ്ങനെയല്ലേ അഭിലാഷേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗുരു ആ ധർമ്മത്തെ തിരുത്തി എന്ന് പറഞ്ഞാൽ അത് എന്നും നിലനിൽക്കുന്ന ധർമ്മമാണോ? നമ്മൾ അതിനെയാണ് പറഞ്ഞത്. അല്ലാതെ ഈ ഭാരതത്തിൻ്റെ പാരമ്പര്യത്തെയോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ ദൈവസങ്കല്പത്തെയോ അല്ല എതിർക്കുന്നതായി പറഞ്ഞത്. ഗുരുദേവൻ തന്നെ ഹൈന്ദവ ദൈവബിംബങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളും എല്ലാം ക്ഷേത്രവിശ്വാസികളായ ആളുകളാണ്. പക്ഷേ ആ ധർമ്മം തിരുത്തലിന് വിധേയമാണ്. ആ തിരുത്തലിന് വിധേയമാണെന്ന കാര്യമാണ് പറഞ്ഞത്. ഈ രാജ്യത്ത് നിലവിൽ ധർമ്മം എന്ന പേരിൽ നിലനിന്നത് ജാതി ധർമ്മമായിരുന്നു. ആ വർണ്ണാശ്രമ ധർമ്മത്തെ ഗുരു തിരുത്തി എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നതല്ലോ, തിരുത്തപ്പെടേണ്ടതല്ലേ. പിന്നെ അതിനെ സനാതനം എന്ന് പറയാൻ പറ്റുമോ? സനാതനം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എറ്റേണൽ ആണ് എന്നുണ്ടെങ്കിൽ ഗുരുവിനെ തിരുത്താൻ സാധിക്കുമോ? ഗുരു തിരുത്തി, ആ ധർമ്മത്തെ തിരുത്തി എന്നുള്ളതാണ് പോയിന്റ്. അതുകൊണ്ടാണ് സനാതനമല്ല എന്ന് പറഞ്ഞത്. ആയിരക്കണക്കിന് വർഷങ്ങളിൽ ഈ രാജ്യത്തെ മനുഷ്യരെ ജാതിയുടെ പേരിൽ അകറ്റി നിർത്തിയെങ്കിൽ ഗുരു ആ ധർമ്മത്തെ തിരുത്തി. ഗുരുധർമ്മം എന്നത് അതാണ്, മാനവിക ധർമ്മമാണ്. അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ അതുകൊണ്ട് വെറുതെ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞതിനോട് യോജിച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ രാഷ്ട്രീയം പറയേണ്ട സ്ഥലമല്ലത്. സംസാരിക്കുന്നെങ്കിൽ ആശയപരമായി സംസാരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഗുണകരം. വളരെ പോസിറ്റീവായ ഒരു ചർച്ചയായതിനെ എടുത്താലും മതി. ശ്രീ TS ശ്യാംകുമാർ, ഇപ്പോൾ ഗുരുവിനെ എടുക്കൂ. ഗുരു ഒരു സന്യാസിയായിരുന്നു, ഹിന്ദു സന്യാസിയായിരുന്നു. അദ്ദേഹം മതപരിവർത്തന ശ്രമങ്ങളെ അനുകൂലിച്ചിരുന്നില്ല. ആ കാലഘട്ടത്തിലെ ഗുരുവിൻ്റെ കാലഘട്ടത്തിലെ ഈ ജാതി വിവേചനത്തിൽ പ്രതിഷേധിച്ച പല ആളുകൾ മതം മാറ്റം എന്നൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ നിരാകരിച്ചിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ മതം മാറിയ ആളുകൾ തിരികെ ഹിന്ദു മതത്തിലേക്ക് വന്ന ഒരു ചടങ്ങിൽ തിരികെ മതം മാറിയ ആളുകളെ സ്വീകരിച്ചതായി വിവേകോദയം തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതേസമയം ഗുരു മുന്നോട്ട് വെച്ചിട്ടുള്ള ആദർശം എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മനുഷ്യരെല്ലാവരും ഒന്നാണ്, അതാണ് നമ്മുടെ മതം എന്നുള്ള ദർശനമായിരുന്നു. അതേസമയം തന്നെ അദ്ദേഹം പ്രതിഷ്ഠിച്ചത് ഹിന്ദു ദൈവങ്ങളെയാണ് എന്ന കാര്യം കൂടി നിൽക്കുന്നു. ഇപ്പോൾ സഹോദരൻ അയ്യപ്പ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്, അദ്ദേഹത്തെ ഉൾക്കൊണ്ടിരുന്നു ശ്രീനാരായണ ഗുരു ദൈവദശകം എഴുതുമ്പോൾ സയൻസ് ദശകം എഴുതുന്നുണ്ട് സഹോദരൻ അയ്യപ്പന് സഹോദരൻ അയ്യപ്പൻ്റെതായ നിലപാടുകൾ എന്ന ഒരു ജനാധിപത്യ ഉൾക്കൊള്ളൽ അതിൽ ഗുരു നടത്തിയിരുന്നു. പക്ഷേ സഹോദരൻ അയ്യപ്പൻ പിൻപറ്റിയിരുന്ന ആശയങ്ങളായിരുന്നില്ല ഗുരുവിൻ്റെത്. അപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ ആശയപ്രപഞ്ചം പരിശോധിച്ചാൽ അങ്ങനെ ഉൾക്കൊള്ളലിൻ്റെതായ ഒരു തലം അതിനകത്തുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഇവിടുത്തെ ചില പരാമർശങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിലൊന്ന്, ഗുരു ഹിന്ദു സന്യാസിയാണെന്നുള്ള പരാമർശം സമ്പൂർണ്ണമായി തെറ്റാണ്. കാരണം ഗുരു 1925 CV കുഞ്ഞിരാമനുമായിട്ടുള്ള സംഭാഷണത്തിൽ ഹിന്ദു മതമെന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഹിന്ദു മതമെന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞ ആളെങ്ങനെയാണ് ഹിന്ദു സന്യാസിയാകുന്നത്? തന്നെയല്ല, 1916 നാം ജാതിമതഭേദങ്ങൾ വിട്ടിട്ടിപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് ഗുരുദേവൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കെ നാം ഗുരുവിനെ ഹിന്ദു സന്യാസിയാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? തന്നെയല്ല, ആനന്ദതീർത്ഥ സ്വാമികൾക്ക് ഗുരുദേവൻ സന്യാസം നൽകുന്നുണ്ട്. ഒരു ഗ്ലാസ് കാപ്പി കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം സന്യാസം നൽകുന്നത്. മിസ്റ്റർ കർക്ക് എന്ന് പറയുന്ന വിദേശിക്ക് ഗുരുദേവൻ സന്യാസം കൊടുക്കുന്നുണ്ട്. അത് ടൈയും കോട്ടും കൊടുത്തിട്ടാണ് സന്യാസ ദീക്ഷ നൽകുന്നത്. ഇനി ഗുരു ഏത് സന്യാസ പാരമ്പര്യത്തിലാണ് പെടുന്നത്? ഈ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ഗുരുവിന് സന്യാസിയാകാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെയല്ലേ ഗുരു പറഞ്ഞത് നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്, നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണെന്നാണ് പറഞ്ഞത്. തന്നെയല്ല, അദ്ദേഹം പറഞ്ഞു രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം തപസ് ചെയ്ത ശംഭൂകൻ്റെ ശിരസ് വെട്ടിപ്പിളർന്ന ആളാണ് രാമൻ. അതുകൊണ്ട് ഈ രാമൻ്റെ കാലത്തായിരുന്നു താൻ സന്യാസം സ്വീകരിച്ചിരുന്നുവെങ്കിൽ തൻ്റെ ഗതിയും ഇതുതന്നെ ആകുമായിരുന്നു. രാമൻ്റെ ധർമ്മം അനുസരിച്ച് തനിക്ക് സന്യസിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്ന് ഗുരു വളരെ വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ട് ഗുരു ഒരിക്കലും ഹിന്ദു സന്യാസി അല്ല. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഗുരു ഹൈന്ദവ ബിംബങ്ങൾ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഈ വാദം സമ്പൂർണ്ണമായി തെറ്റാണ്. എന്നാണ് ഈ ബഹുസ്വരമായ ധാരകൾ ഹൈന്ദവ ബിംബമായി മാറിയത്? 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെടുന്ന ത്രിലോചന ശിവാചാര്യരുടെ പ്രായശ്ചിത്ത സമുച്ചയം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അവർണർ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നതിനെ പറ്റി പറയുന്നുണ്ട്. മനുസ്മൃതിയിൽ പറയുന്നത് ബ്രാഹ്മണർ ഹവ്യ ബഹിഷ്കൃതരാണ് ബിംബപ്രതിഷ്ഠ നടത്തിയാലെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? വളരെ പിൽക്കാലത്ത് മാത്രമാണ് ബ്രാഹ്മണാദികൾ അവർണരുടേതായ പ്രതിഷ്ഠകൾ ചെയ്യാൻ ആരംഭിച്ചത്. അതിനു മുമ്പ് ബ്രാഹ്മണർക്ക് ബിംബപ്രതിഷ്ഠയോ പൂജകളോ ഒന്നും തന്നെ ഇല്ല.
വൈഖാനസ ധർമ്മസൂത്രം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ധർമ്മസൂത്രത്തിൽ ഭദ്രകാളി പൂജ ചെയ്യേണ്ടത് പാരശവരാണെന്നാണ് പറയുന്നത്. ഒരിക്കലും ബ്രാഹ്മണർ പൂജ ചെയ്യണമെന്ന് ഈ ഗ്രന്ഥത്തിലെങ്ങും പറയുന്നില്ല. വളരെ പിൽക്കാലത്ത് ഇന്ത്യയിലെ അവർണ ജനകോടികൾ ചെയ്തിരുന്ന പാരമ്പര്യത്തെ ബ്രാഹ്മണ്യം സ്വാംശീകരിക്കുകയാണ് ചെയ്തത്. ചരിത്ര പണ്ഡിതയായ വിജയനാഥ് ഇതിനെ വിളിക്കുന്നത് ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ എന്നാണ്. അപ്പോൾ ബ്രാഹ്മണ്യം ഇതിനെയൊക്കെ സ്വാംശീകരിക്കുകയാണ് ചെയ്തത്. അതുപോലെ ഇപ്പോൾ ഗുരുവിനെയും സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നു. ആർ രാജശ്രീയുടെ ഒരു നോവലുണ്ടല്ലോ ആത്രേയകം. ആത്രേയകത്തിൽ പറയുന്നൊരു വാക്യം ഇങ്ങനെയാണ്: ഭാഗ്യവും സമ്പത്തും കൈക്കരുത്തും ഉള്ളത് കൊണ്ട് മാത്രം ഒരു രാജ്യവും അംഗീകരിക്കപ്പെടണമെന്നില്ല, പിന്നാമ്പുറത്ത് കഥകൾ ഉണ്ടാവണം. സത്യത്തിൽ ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന കഥയാണ്. അത് ഇന്ത്യയിലെ ആദിവാസികളെയും ദളിതരെയും ഒക്കെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു അമ്മുമ്മ കഥ മാത്രമാണ്. ഒരിക്കലും ഗുരു ഇതിനെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ച ആളല്ല. ഗുരു എന്തിനാണ് ശുദ്ധീകരിക്കുന്നത്? നാം ജാതിമത ഭേദങ്ങൾ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആൾക്ക് പിന്നെ അത് ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. അത് വിട്ടുകഴിഞ്ഞതാണ്. അത് വിട്ടതിനു ശേഷം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള മനുഷ്യരെ അപരരാക്കാത്ത ശ്രീനാരായണ മാനവധർമ്മം സൃഷ്ടിക്കാനാണ് ഗുരു ശ്രമിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, സനാതന ധർമ്മത്തിൽ എവിടാണ് സാഹോദര്യമുള്ളത്? വേദങ്ങൾ എടുക്കുക, ഇതിഹാസങ്ങൾ എടുക്കുക, പുരാണങ്ങൾ എടുക്കുക, എവിടെങ്കിലും സാഹോദര്യം എന്ന് പറയുന്ന ഒരു വാക്കുണ്ടോ? വേദങ്ങളിൽ എവിടെങ്കിലും സമത്വം എന്ന് പറയുന്നൊരു വാക്കുണ്ടോ? സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു വാക്കുണ്ടോ? ഗൗതമ ധർമ്മസൂത്രത്തിൽ പറയുന്നത് അസ്വതന്ത്ര സ്ത്രീയഹ നാദിചരേത് ഭർത്താരം എന്നാണ് പറയുന്നത്. സ്ത്രീകൾ അസ്വതന്ത്രകളാണ്, അവൾ ഭർത്താവിനെ ഉല്ലംഘിക്കാൻ പാടില്ലെന്നാണ് ഗൗതമ ധർമ്മസൂത്രത്തിൽ പറയുന്നത്. വേദം കേൾക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ ഈയ ഉരുക്കി ഒഴിക്കണമെന്നാണ് ഗൗതമ ധർമ്മസൂത്രം പറയുന്നത്. ഈ മനുഷ്യരോടെല്ലാം അയിത്തവും തൊട്ടുകൂടായ്മയും കാണിക്കണമെന്നാണ് കേരളത്തിൽ എഴുതപ്പെട്ട തന്ത്രഗ്രന്ഥങ്ങളെല്ലാം ധർമ്മമായി വ്യാഖ്യാനിക്കുന്നത്, അവതരിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം. 1932 ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ നേതൃത്വത്തിൽ ഒരു ക്ഷേത്രപ്രവേശന റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ ക്ഷേത്രപ്രവേശനത്തെ എതിർക്കുന്നവരെയെല്ലാം ഉള്ളൂർ അടയാളപ്പെടുത്തിയ സനാതനികളെന്ന. ക്ഷേത്രപ്രവേശനത്തെ എതിർക്കുന്നവരെയാണ് ഉള്ളൂർ സനാതനികളെന്ന് അടയാളപ്പെടുത്തിയത്. അപ്പോൾ ഈ സനാതനത്വത്തിനെതിരെയാണ് ഗുരു യുദ്ധം ചെയ്തത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം ഗുരു എഴുതിയ ആത്മോപദേശ ശതകവും ഗീതോപദേശവും, കൃഷ്ണൻ പറഞ്ഞ ഗീതോപദേശവും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായി സനാതനധർമ്മം യുദ്ധം ചെയ്യുന്നു. അതാണ് നമ്മൾ കാണേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ യുദ്ധമാണ് സനാതനധർമ്മം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയും നാരായണ ഗുരുസ്വാമികളും മുന്നോട്ട് വെക്കുന്ന സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനത്തിൻ്റെ സൃഷ്ടിയെ തകർക്കാനാണ് സനാതനികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗുരുവിൻ്റെ ധർമ്മവും സനാതന ധർമ്മവുമായി യാതൊരു ചേർച്ചയുമില്ല. ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്ന ഒരു വാക്യം കൂടി ഉദ്ധരിച്ച് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കാം. അംബേദ്കർ പറയുന്നുണ്ട്, അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പറയും, ഏതൊരു യുക്തിയന്തയെ നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഗുരു എന്താണ് പറഞ്ഞത്? അപരനെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. ഗീതയിലോ വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ എവിടെങ്കിലും അപരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ ഒരു വാക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? അതുകൊണ്ട് അടിസ്ഥാനപരമായി ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മം, ഗുരുദേവൻ മുന്നോട്ട് വെച്ച മാനവിക ധർമ്മം സനാതന ധർമ്മത്തിനെതിരായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ഗുരുവിനെ സനാതന ധർമ്മത്തിന്റെ വക്താവും പ്രോക്താവും ആക്കാൻ ശ്രമിക്കുന്നത് ഗുരുവിനെ ബ്രാഹ്മണ്യം സ്വാംശീകരിക്കുന്നതിന് തുല്യമാണ്. പരാജയപ്പെടുത്തേണ്ടതായിട്ട്. ശരി, ഓക്കെ. രാഹുൽ ഈശ്വർ, ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ അദ്ദേഹം തന്നെ പകർത്തി വെച്ചിട്ടുണ്ട്. അത് എല്ലാ മനുഷ്യർക്കും ലഭ്യവുമാണ്. നമ്മുടെ ആധുനിക കാലത്ത് ജീവിച്ചിരുന്ന ഒരു സന്യാസി ആയിരുന്നു ശ്രീനാരായണ ഗുരു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഐതിഹ്യങ്ങളുടെയോ വാമൊഴികളുടെ ഒന്നും പിൻപറ്റൽ ആവശ്യമില്ല. വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഗുരുവിനെ മനസ്സിലാക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാമെന്നിരിക്കെ നാരായണ ഗുരുവിനെ ഏതെങ്കിലും കള്ളിയിൽ പെടുത്തേണ്ട കാര്യമുണ്ടോ? നാരായണ ഗുരുദേവൻ സനാതന ധർമ്മത്തിന്റെ ഏറ്റവും വലിയ ആചാര്യനാണ്. അദ്ദേഹം ഒരു വക്താവല്ല, അദ്ദേഹമാണ് സനാതന ധർമ്മം. ആ സനാതന ധർമ്മം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി പറയുന്ന, വിവേകാനന്ദൻ പറയുന്ന ആർഷഭാരത പാരമ്പര്യത്തിന്റെ സനാതന ധർമ്മമാണ്. മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, ഞാനൊരു സനാതനിയാണ്. ശ്രീനാരായണ ഗുരുദേവൻ 44 അമ്പലങ്ങളാണ് പ്രതിഷ്ഠിക്കുന്നത്. 22 ശിവക്ഷേത്രങ്ങൾ, 14 സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ, കണ്ണാടി പ്രതിഷ്ഠ, ശാരദാദേവി പ്രതിഷ്ഠ അടക്കം 44ഓളം ക്ഷേത്രങ്ങളാണ്. അതോടൊപ്പം അദ്ദേഹം വലിയൊരു മതസൗഹാർദ്ദവാദിയായിരുന്നു. എല്ലാ മതങ്ങളെയും ബഹുമാനിച്ചിരുന്നു. മതം
ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞു. നമുക്കെല്ലാം പറ്റുന്നത് ശ്രീനാരായണ ഗുരുദേവൻ എന്ന ആകാശത്തെ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നോക്കിക്കാണുക. നേരത്തെ ശ്രീ ശ്യാംകുമാർജി അടക്കം ചോദിച്ചു ഏതെങ്കിലും അങ്ങനെ സമത്വ ദർശനം ഉണ്ടോ എന്ന്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ചൈവ ശോഭാഗേജ പണ്ഡിത സമദർശന. നമ്മുടെ ഭഗവത്ഗീതയിലുള്ള സമത്വ ദർശനത്തിന്റെ ഏറ്റവും മഹത്തരമായ വാക്യമാണ്. അതായത് ബ്രാഹ്മണനെന്നോ പണ്ഡിതനെന്നോ നായെന്നോ ഒന്നും വ്യത്യാസമില്ല. യഥാർത്ഥത്തിൽ ഒരു ജ്ഞാനിക്ക് എല്ലാവരിലും സമത്വം കാണാൻ കഴിയുമെന്ന്. പക്ഷേ സെലക്റ്റീവായ ചില കൊട്ടേഷൻസ് മാത്രം എടുത്തു വെച്ച് ഇത് മുഴുവൻ മോശമാണെന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? അവിടെയാണ് ചരിത്രത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സ്വാമി വിവേകാനന്ദൻ പറയുന്നത് നിനക്കൊക്കെ ഭ്രാന്താണ്, നീ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണെന്ന്. ആ ഭ്രാന്താലയമായിരുന്ന കേരളത്തെ തീർത്ഥാലയവും ദൈവാലയവുമാക്കി മാറ്റിയത് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ഭാരതകേസരി മന്നത്വനാഭനും തൈക്കാട് അയ്യാഗുരുവും ശുഭാനന്ദ ഗുരുദേവനും വൈകുണ്ഠ സ്വാമികളും പണ്ഡിറ്റ് കരപ്പനും മഹാത്മാ അയ്യങ്കാളിയും അടക്കമുള്ള നമ്മുടെ ഈ വലിയ ആത്മീയ നേതാക്കളുടെ സാമൂഹിക നേതാക്കളുടെ ഒരു പ്രപഞ്ചമാണ്. ഇത് മുഴുവൻ മറച്ചു വെച്ച് ഇതെല്ലാം മോശമാണ്, ഹിന്ദുധർമ്മം മോശമാണ്, സനാതനധർമ്മം മോശമെന്ന് പറയുന്നതിന് എന്താ അർത്ഥം? ജാതീയത തെറ്റാണെന്ന് പറയൂ, എല്ലാവരും അംഗീകരിക്കും. സവർണ ജാഥ നടത്തിയത് ആരാണ്? ഭാരതകേസരി മന്നത്ത് പത്മനാഭനാണ്. നമ്മുടെ അവർണ സമൂഹത്തിന് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ക്ഷേത്രപ്രവേശനം സാധ്യമാക്കിയത് ആരാണ്? ഇവിടുത്തെ റിഫോമേഴ്സും മഹാത്മാഗാന്ധി അടക്കമുള്ളവരും ഒക്കെയാണ്. അപ്പോൾ ഹിന്ദു സന്യാസിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതോടൊപ്പം മതസൗഹാർദ്ദവാദിയും എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടിട്ടുള്ള വ്യക്തി കൂടിയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതം മുഴുവൻ പരിശോധിച്ചാൽ മതി. സങ്കുചിതമായ മതത്തിന്റെ കള്ളിയിലല്ല, വിശ്വമാനവികനായ ഒരു ആത്മീയവാദിയാണ് ശ്രീനാരായണ ഗുരുദേവനെ. മഹാത്മാഗാന്ധി ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ശശി തരൂർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മഹാത്മാഗാന്ധിയെ പറയുന്നത് ദ ഹിന്ദു ആക്ടിവിസ്റ്റ് ഹു ഡിഫീറ്റഡ് ദ ബ്രിട്ടീഷ് എംപയർ. അതിനർത്ഥം ഗാന്ധിജി ഹിന്ദുത്വവാദിയാണെന്നാണോ? അല്ലല്ലോ. അപ്പൊ ഹിന്ദു എന്ന വാക്കിനെ ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല, സനാതന ധർമ്മം എന്ന വാക്കിനെ ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് മോശമായ കാര്യങ്ങൾ മാത്രം അല്ല രാഹുൽ ഈശ്വർ, നമ്മൾ ഈ സനാതന ധർമ്മം എന്ന ആ വാക്കിനെ ഏത് കോണ്ടെക്സ്റ്റിലാണ് എടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവിടെ ഇപ്പോ ശ്യാംകുമാർ സൂചിപ്പിച്ച ഉള്ളൂർ എസ് പരമേശ്വരയുടെ റിപ്പോർട്ടുണ്ടല്ലോ. ഒരു 100 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള പഴയ രേഖകൾ അല്ലെങ്കിൽ അന്നത്തെ അക്കാലത്തുള്ള പത്ര റിപ്പോർട്ടുകളൊക്കെ പരിശോധിക്കൂ. ക്ഷേത്രപ്രവേശനത്തെ, വൈക്കം സത്യാഗ്രഹത്തെ, ഗുരുവായൂർ സത്യാഗ്രഹത്തെ എതിർത്തിരുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ടല്ലോ. അപ്പോൾ അനുകൂലിച്ചുകൊണ്ട് സവർണ ജാഥ നടത്തിയത് താങ്കൾ പറഞ്ഞു. എതിർത്തിരുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, അവരെ സനാതനികൾ എന്നാണ് അന്നത്തെ പത്ര റിപ്പോർട്ടുകൾ, അന്നത്തെ ജേർണലിസം, അന്നത്തെ സാമൂഹ്യ എഴുത്തുകൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സനാതനം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ മൗലികമായ പ്രശ്നം. അതിനൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ക്ലിയർ ആണ്. അവിടെയാണ് അഭിലാഷ്. ഒരു 100 വർഷം മുമ്പുള്ള സനാതന ഹിന്ദുവാണ് ഞാൻ എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി അല്ലേ നമ്മുടെ രാഷ്ട്രപിതാവ്? ഞാൻ സനാതനി ഹിന്ദുവാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന രാമഭക്തനായ എല്ലാ നമ്മുടെ പാരമ്പര്യങ്ങളും പിന്തുടർന്ന എന്നാൽ മതസൗഹാർദ്ദവാദിയായ ഒരു വ്യക്തിയായ മഹാത്മാഗാന്ധി അല്ലേ നമ്മുടെ രാഷ്ട്രപിതാവ്? ഈ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഗോഡ്സെ മാത്രമാണോ? ഗോഡ്സെവാദികൾ മാത്രമാണ് ഹിന്ദു എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? അപ്പം നമ്മുടെ ഇടയിൽ ഒരുപാട് ഋഷി പാരമ്പര്യങ്ങളുണ്ട്. ഇപ്പൊ കേരളത്തിൽ മാധവ്ജി അടക്കം തുടങ്ങിയ പാലിയം വിളംബരമുണ്ട്. എല്ലാ സമുദായങ്ങളിൽ നിന്നും നമ്മുടെ പൂജാരിമാരെ കൊണ്ടുവരാൻ. ഇതൊക്കെ എല്ലാവർക്കും യോജിപ്പുള്ള കാര്യങ്ങളല്ലേ? അപ്പോൾ ആ യോജിപ്പുള്ള കാര്യങ്ങളെ കണ്ടെത്തുന്നതിന് പകരം വിയോജിപ്പുള്ള കാര്യങ്ങളെ മാത്രം നോക്കി അത് മുഴുവൻ തെറ്റാന്ന് പറയുന്നത് എന്താ അർത്ഥം? ജാതീയത തെറ്റാണ്, എല്ലാവരും എഗ്രി ചെയ്യുന്നു. പക്ഷെ നമ്മുടെ സാഖ്യ ന്യായ വൈശേഷിക ദർശനങ്ങൾ ആർക്കെങ്കിലും വിരോധമുള്ളതാണോ? അത് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഭാഗമല്ലേ? തന്ത്രങ്ങളും ആഗമങ്ങളും നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഭാഗമല്ലേ? വിവേകാനന്ദ സ്വാമി ഷിക്കാഗോയിൽ പോയി സംസാരിച്ചത് ഏത് ധർമ്മത്തെ കുറിച്ചാണ്? മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിച്ചത് ഏത് ധർമ്മത്തെ കുറിച്ചാണ്? അപ്പോ ഹിന്ദു എന്ന് പറയുന്നത് എല്ലാം മോശമാണെന്ന് ചിത്രീകരിക്കാൻ ചിലർക്ക് വ്യഗ്രതയാണ്. അങ്ങനെയല്ല, ഹിന്ദു മതത്തിൽ ഒരുപാട് നന്മകളുണ്ട്, ചില തിന്മകളും ഉണ്ടായിട്ടുണ്ട്, എല്ലാ മതങ്ങളെ പോലെ. ആ തിന്മയെ മാറ്റണമെന്ന് പറയുന്നതിന് പകരം ഹിന്ദു മതത്തെ ഡെങ്കു, മലേറിയ, എയ്ഡ്സ് ആണെന്ന് നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ പറയുന്ന അതിനെ ആ നിലയ്ക്ക് ചിത്രീകരിക്കുമ്പോഴല്ലേ പ്രശ്നം? ഒരു മതം അല്ലെങ്കിൽ ഒരു ദർശനം ആകെ കുഴപ്പം എന്ന മട്ടിലാണോ? ഇപ്പൊ മുഖ്യമന്ത്രി ശിവഗിരിയിൽ നടത്തിയ പ്രസംഗം ഒരു പക്ഷെ താങ്കളും അത് വായിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അത് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് അതിന്റെ സമ്പൂർണ്ണ രൂപത്തിൽ വായിച്ചിട്ടുണ്ടാവും. ഗുരു എന്ന സാമൂഹ്യ പരിഷ്കർത്താവ്, ഒരു നവോത്ഥാന നായകൻ എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചു, അദ്ദേഹത്തെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണല്ലോ അതിന്റെ ക്രക്സ്. അങ്ങനെ ഒരു പ്രസംഗം നടത്തിയാൽ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ ആ കാര്യത്തെ ഒരു മതത്തെ അല്ലെങ്കിൽ ഒരു ധർമ്മത്തെ, ഒരു വിശ്വാസക്രമത്തെ അവഹേളിക്കലാണ് എന്ന് വളഞ്ഞിരിക്കുന്നത്. ഗുരു ഒരു സാമൂഹിക പ്രവർത്തകനല്ല, ഗുരു സാമൂഹിക പരിഷ്കർത്താവായിരിക്കാം ഒരു തരത്തിൽ. ഗുരുവിനെ ഈശ്വരാവതാരമായിട്ടാണ് ഞങ്ങൾ വിശ്വാസികൾ കാണുന്നത്. ഗുരു ഈശ്വരാവതാരമാണ്, നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ സന്യാസിയാണ്, ഒരു സാമൂഹിക പ്രവർത്തകൻ മാത്രമല്ല. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സാമൂഹിക ഗുരുവിന്റെ ജീവിതകാലത്ത് ഗുരുവിനെ കുറിച്ച് പറഞ്ഞതും ദൈവത്തെ കുറിച്ച് പറഞ്ഞതും ഒക്കെ
അത് തർക്ക വിഷയമല്ല, അത് എന്താ പറയാ രേഖപ്പെടുത്തപ്പെട്ട് വെച്ചിരിക്കുന്ന വസ്തുതയാണ്. അദ്ദേഹം ഇതെന്നാരും പരസ്യം പറയുന്നില്ല. ചെയ്തതാണ്. ഞാൻ ഒരു മതത്തിലും ഒരു ജാതിയിലും ഉൾപ്പെടുന്ന ആളല്ല എന്ന് ശ്രീനാരായണ ഗുരു പരസ്യം ചെയ്ത, അന്നത്തെ പത്രങ്ങളിൽ പരസ്യം ചെയ്ത ആളാണ് ശ്രീനാരായണ ഗുരു. എല്ലാ മതങ്ങളുടെയും സാരവും ഏകമാണ് എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. നമ്മൾ ഈ സംസാരിക്കുന്നതിന് കൃത്യം 100 വർഷം മുമ്പ് 1924 സർവ്വമത സമ്മേളനം എല്ലാ മത വിശ്വാസികളും എല്ലാ മത പ്രതിനിധികളും അദ്ദേഹമാണ് ബുദ്ധന്റെ അഹിംസയും യേശുദേവന്റെ സത്യവും നബിയുടെ സാഹോദര്യവും ഒക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന പശ്ചാത്തലത്തെ കുറിച്ച് വിശദീകരിക്കുന്നത്. അദ്ദേഹം ഏതെങ്കിലും തരത്തിലൊരു മതപ്രവാചകനോ അല്ലെങ്കിൽ മതപരമായ ആത്മീയതയുടെ വക്താവായി സ്വയം അടയാളപ്പെടുത്തിയ ആളല്ല. ഗുരുവിനെ സ്വയം അടയാളപ്പെടുത്തി വെച്ചിട്ടില്ലേ? അല്ല, ഒരു വരി മാത്രം. അദ്ദേഹം ഒരു ആത്മീയ ഗുരുവാണ്. അവിടെയാണ് ഞാൻ കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനല്ല. ശ്രീ വി ഡി സതീശന്റെ നിലപാട് സ്വാഗതം ചെയ്യപ്പെടേണ്ടത് അവിടെയാണ്. ശ്രീ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, എല്ലാവരുടെയും സംസ്കാരമാണ്. ആ സനാതന ധർമ്മത്തിൽ കാലികമായ പരിഷ്കാരങ്ങൾ വേണ്ടിവരും. കാലത്തിന് അതീതമായി നിൽക്കുന്നതാണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്. അത് ആർട്ടിക്കിൾ 25, 26 പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണം ശബരിമലയിലെ നൈഷ്ഠിക ബ്രഹ്മചര്യം. എന്നാൽ നമ്മുടെ തൊട്ടുകൂടായ്മ, തീണ്ടുകൂടായ്മ തെറ്റായ ഒരു കാര്യമാണ്. നമ്മുടെ പരിഷ്കർത്താക്കൾ തന്നെ അത് മാറ്റി. രാജാ രാംമോഹൻ റോയ് അടക്കമുള്ളവർ മാറ്റി. എല്ലാ സമുദായത്തിൽ നിന്നുള്ളവർ ഉൾപ്പെട്ട് മാറ്റി. അങ്ങനെ മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റിയും മാറ്റേണ്ടാത്ത കാര്യങ്ങളെ സംരക്ഷിച്ചും മുന്നോട്ട് പോകുന്നതാണ് സനാതന ധർമ്മം. ആ സനാതന ധർമ്മം എന്ന വാക്കിനോട് എന്തിനാണ് ഈ ദേഷ്യം? ഹിന്ദു എന്ന വാക്കിനോട് എന്തിനാണ് ഈ ദേഷ്യം? മതേതരനാകണമെങ്കിൽ ഹിന്ദു എന്ന കാര്യത്തെ തെള്ളി പറഞ്ഞാലേ പറ്റൂ, സനാതന ധർമ്മത്തെ തെള്ളി പറഞ്ഞാലേ പറ്റൂ എന്ന് വേണ്ട. എനിക്ക് ശ്രീ വി ഡി സതീശനോട് ആശയപരമായ ഒരുപാട് വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹം ഇന്നെടുത്ത നിലപാട് സ്വാഗതാർഹമാണ്, അഭിനന്ദനാർഹമാണ്. ആ സമീപനമാണ് എടുക്കേണ്ടത്. സനാതന ധർമ്മം, ഹിന്ദു ധർമ്മം നല്ലതാണ്, ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും നല്ലതാണ്, എല്ലാ മതങ്ങളും നല്ലതാണ്. തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. പക്ഷെ ആ മതത്തിന്റെയോ ധർമ്മത്തിന്റെയോ നന്മയെ കാണാതിരിക്കുന്നതിന്റെ പിന്നിൽ എന്ത് ന്യായമാണുള്ളത്? ശരി, ശ്രീ എം ലിജു, ഇപ്പോൾ താങ്കളുടെ അവസരം. ഇവിടെ ഇപ്പോ ഇതുപോലെ ഒരു ഡിബേറ്റ് അതിപ്പോ നമ്മൾ നടത്തിയാലും പുറത്ത് ഒരു ശിവഗിരി പോലെ അങ്ങേയറ്റം കേരളീയ നവോത്ഥാനത്തെ സംബന്ധിച്ച് ഒരു പ്രകാശസ്തംഭം എന്നൊക്കെ പറയാവുന്ന ഒരിടത്ത് നടത്തുന്ന പ്രസംഗം പോലും ഹിന്ദു ഫോബിയ, ഒരു മതത്തെ അല്ലെങ്കിൽ ഒരു ധർമ്മത്തെ അവഹേളിക്കൽ എന്ന മട്ടിലൊക്കെ ചിത്രീകരിക്കപ്പെടും. അത് ദേശീയ തലത്തിൽ ചർച്ചയാവും. ദേശീയ മാധ്യമ പ്രവർത്തകർ കേരളത്തിലേക്ക് വന്നു തുടങ്ങിയ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. നമ്മുടെ തൊട്ടപ്പുറത്തെ തമിഴ്നാട്ടിൽ സംഭവിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇതിന്റെ പല വിധത്തിലുള്ള വൈതരണികൾ കൂടി ഈ സംവാദത്തിനകത്തുണ്ട്. അഭിലാഷ്, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ സനാതനം എന്ന് പറയുന്ന പദം വിവിധ കാലഘട്ടങ്ങളിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. നമ്മളത് നിഷേധിച്ചുകൊണ്ട് സംസാരിക്കാൻ സാധിക്കില്ല. ഒന്ന്, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തിന് ശേഷം മഹാത്മാഗാന്ധി ജയിൽ മോചിതനായ ശേഷം രാജ്യവ്യാപകമായി ഹരിജൻ യാത്ര നടത്തുകയുണ്ടായി. അപ്പോൾ ഹരിജൻ യാത്ര നടത്തുകയുണ്ടായ കാലഘട്ടത്തിൽ അതായത് അയിത്തജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കണം എന്നതൊരു കോൺഗ്രസ് ഡിമാൻഡായി തന്നെ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം രാജ്യവ്യാപക ജാഥ നടത്തിയപ്പോൾ അദ്ദേഹത്തെ തടയാൻ വേണ്ടി വന്ന സന്യാസ സമൂഹത്തിൻ്റെ പേര് സനാതനികൾ എന്നായിരുന്നു. അവർ സനാതന ധർമ്മത്തെ അല്ലെങ്കിൽ ഇവരുദ്ദേശിക്കുന്ന ഭാരതീയ ധർമ്മത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നം. രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഹൈന്ദവ ധർമ്മത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ പുഴുക്കുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന മഹാപുരുഷന്മാർ, ദൈവികാംശമുള്ള മഹാപുരുഷന്മാർ, ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ളവർ തിരുത്തിയിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യം. എനിക്ക് അതിനോട് യോജിപ്പാനുള്ളത്. പക്ഷേ ഈ സനാതനം എന്ന് പറയുന്ന പദം അത് അതിനെ തെറ്റായി ഉപയോഗിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ തള്ളിപ്പറയേണ്ടതില്ലേ? ഇപ്പോൾ വൈക്കം സത്യാഗ്രഹം നടന്നുകൊണ്ടിരുന്ന ഇപ്പോൾ ഇന്ത്യൻ തുരത്തി മനയിൽ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിനടുക്കെ മഹാത്മാഗാന്ധി ചെല്ലുമ്പോൾ മഹാത്മാഗാന്ധി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ കുറ്റവാളികളെ, നിങ്ങൾ അതിക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ, മോഷ്ടാക്കളെ നിങ്ങൾ മോശമായി അവരോട് മോശമായി പെരുമാറുന്നതിനേക്കാൾ ക്രൂരമായിട്ടാണ് നിങ്ങൾ പിന്നോക്ക വിഭാഗങ്ങളോട് പെരുമാറുന്നത്. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ നമ്പൂതിരിപ്പാട് പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ അത് അവരുടെ വിധിയാണ്. അവർ മുജ്ജന്മങ്ങളിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ട് അവർ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് അവരോട് അങ്ങനെ പെരുമാറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മഹാത്മാഗാന്ധി പറയുന്ന ഒരു മറുപടിയുണ്ട്. അപ്പോൾ ഇത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടത്തിയ ജനറൽ ഡയറിൻ്റെ മാനസികാവസ്ഥയാണല്ലോ ഇത്. അപ്പം നമ്പൂതിരിപ്പാടിൻ്റെ അടുത്ത മറുപടി, അപ്പം നിങ്ങൾ ഞങ്ങളുടെ ആചാര്യന്മാരെ, മാധവാചാര്യരെയും ശങ്കരാചാര്യരെയും ഒക്കെ തന്നെ ജനറൽ ഡയറുമായിട്ടാണോ താരതമ്യം ചെയ്യപ്പെടുന്നത്? അപ്പം ഗാന്ധി അതിന് മറുപടി പറയുന്നുണ്ട്, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ നമ്മളിവിടെ ഉന്നയിക്കേണ്ട ഒരു പ്രശ്നം എന്നത് സനാതനികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ അവർ വിവിധ കാലഘട്ടങ്ങളിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അത് വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലഘട്ടത്തിൽ സനാതനികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മനുഷ്യർ ഇതുപോലെ പിന്നോക്ക വിഭാഗങ്ങളെ ക്രൂരമായി നേരിട്ടു. സനാതനികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മനുഷ്യർ മഹാത്മാഗാന്ധി ഹരിജൻ യാത്ര നടത്തിയപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹത്തിന് നേരെ മനുഷ്യ വിസർജം വാരിത്തേച്ചു എന്നാണ് ചരിത്രം.
അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ അതുകൊണ്ട് അത്തരം തെറ്റുകൾ ചെയ്തവർ സനാതനികളല്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം സനാതന ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ എറ്റേണൽ ട്രൂത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ തയ്യാറാകണം. ഗുരുദേവനെ സംബന്ധിച്ച് എറ്റേണൽ ട്രൂത്ത് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റിയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യരെന്ന് പറയുന്നത് മനുഷ്യ കേന്ദ്രീകൃതമാണ്. അപ്പോൾ അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആശയം എന്ന രീതിയിൽ പറയാൻ ആഗ്രഹിച്ചത്, തീർച്ചയായിട്ടും വി ഡി സതീശനും പറയാൻ ആഗ്രഹിക്കുന്ന പോയിന്റ് എന്നത് ഗുരുദേവൻ ഉയർത്തിപ്പിടിച്ചത് മനുഷ്യത്വമാണ്. ഗുരുദേവൻ ഉയർത്തിപ്പിടിച്ചത് വർണ്ണാശ്രമ ധർമ്മത്തിന് വിരുദ്ധമായ സമീപനമാണ്. സനാതന ധർമ്മം ഉദ്ദേശിക്കുന്നത് വർണ്ണാശ്രമ ധർമ്മത്തെയാണെങ്കിൽ അതിനെ ഗുരുദേവൻ എതിർത്തിരുന്നു, ഞങ്ങളും എതിർത്തിരുന്നു. എന്നാൽ സനാതന ധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നവീകരണത്തിന്റെ പാതയിൽ ഒരു ആധുനിക ജനാധിപത്യ ബോധമാണെങ്കിൽ, മൈത്രിയാണെങ്കിൽ, സാഹോദര്യമാണെങ്കിൽ അതിനെ ആരും തെറ്റ് പറയുന്നില്ല. പിന്നെ നേരത്തെ ശ്രീ ശ്യാംകുമാർ പറഞ്ഞപ്പോൾ ഇതിനകത്ത് കൺഫ്യൂഷൻസ് ഉണ്ടാവും, സ്വാഭാവികമാണ്. കാരണം ഗുരുദേവന്റെ വ്യത്യസ്ത കാലത്തെ കൃതികളിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം വിനായകാഷ്ടകം എഴുതിയിട്ടുണ്ട്, സുബ്രഹ്മണ്യ കീർത്തനം എഴുതിയിട്ടുണ്ട്, ബാഹുലയാഷ്ടകം എഴുതിയിട്ടുണ്ട്, ഭദ്രകാളി അഷ്ടകം എഴുതിയിട്ടുണ്ട്, ചിദംബരാഷ്ടകം എഴുതിയിട്ടുണ്ട്, ശിവശതകം ഉപയോഗിച്ചിട്ടുണ്ട്, അപ്പൊ എഴുതിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി ഹൈന്ദവ ബിംബങ്ങൾ എന്ന് പറയുമ്പോൾ നിലവിൽ ഹിന്ദുമതം പിന്നെ ഈശ്വരനായി കരുതി ആരാധിക്കുന്ന ശിവനെയും ഭദ്രകാളിയെയും വിനായകനെയും സുബ്രഹ്മണ്യനെയും ഒക്കെ തന്നെ ഗുരുദേവൻ സ്തുതിച്ചിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം ഹൈന്ദവ ബിംബങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് തെറ്റില്ല. എന്നതിന്റെ അർത്ഥം അദ്ദേഹം ഹിന്ദുമതത്തിന്റെ മാത്രം ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതല്ല. മുത്തുനബി എന്ന് പ്രയോഗിച്ചതും ഗുരുദേവൻ തന്നെയാണ്. പരമേശ പവിത്രപുത്രൻ എന്ന് യേശുദേവനെ വിശേഷിപ്പിച്ചതും ഗുരുദേവൻ തന്നെയാണ്. 1924 പിന്നെ സർവമത പാർലമെന്റ് നടത്തിയതും ഗുരുദേവൻ തന്നെയാണ്. ഏകലോക വിശ്വാസവും യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റിയും പറഞ്ഞതും ഗുരുദേവൻ തന്നെയാണ്. അപ്പം നമ്മൾ സാധാരണ ആളുകൾ വിഭാവനം ചെയ്യുന്നതിനപ്പുറത്ത് വളരെ ഉയർന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഈശ്വരാംശമുണ്ട് എന്ന് തീർച്ചയായിട്ടും കരുതാവുന്ന, ദൈവമായി കോടിക്കണക്കിന് മനുഷ്യർ ആരാധിക്കുന്നെങ്കിൽ അതിനും തെറ്റു പറയാൻ കഴിയാത്ത വിശദീകരണങ്ങൾക്കപ്പുറത്തുള്ള മഹാവ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പം നമ്മൾ ആ പോയിന്റിൽ, ആ പദത്തെ സനാതനം എന്ന് പറയുന്ന കാലഘട്ടം, എല്ലാ കാലഘട്ടത്തിലും സനാതനികൾ എന്ന് വിശേഷിക്കപ്പെട്ടവർ ചെയ്തതെല്ലാം ശരിയാണെന്ന് പറയാൻ സാധിക്കില്ല. അത് തിരുത്തലുകൾക്ക് വിധേയമാകേണ്ടതുണ്ട്. അതാണ് വിഷയം. ശ്രീ ഗോപകുമാർ, കേവല മതജീവിതം ജീവിച്ച ആളെയല്ല ഗുരു എന്ന് നമുക്ക് ചരിത്രത്തിൽ സാക്ഷ്യങ്ങളുണ്ട്. ഇവിടെ നേരത്തെ ശ്രീ ലിജു സൂചിപ്പിച്ചതുപോലെ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് അനുകമ്പാ ദശകത്തിൽ ഗുരു എഴുതുന്നുണ്ട്. അപ്പോൾ മറ്റൊരു മതത്തിന്റെ പ്രവാചകനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അനുകമ്പാ ദശകം പറഞ്ഞ ഒരു വാചകമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ആവർത്തിച്ച് ഞാൻ മനുഷ്യരുടെ ഏകത്വത്തിലാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ളത് നമ്മൾ കേവലം എവിടെയെങ്കിലും മതിലൊക്കെ എഴുതി വെക്കുന്ന വാചകം എന്നുള്ളതിനപ്പുറത്ത് മനുഷ്യരെല്ലാം ഒന്നാണ് എന്നുള്ളതാണ് എൻ്റെ ദർശനം, ഏകലോക ദർശനമാണ് എൻ്റെ ദർശനം എന്ന് ഉറക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഏറ്റവും മഹാനായ വ്യക്തിത്വം, യുഗപ്രഭാവൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു ഗുരു. അപ്പോൾ അദ്ദേഹത്തെ എല്ലാ വിഭാഗ മനുഷ്യരും, എല്ലാ മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരും ഒരു മതത്തിലും വിശ്വസിക്കാത്ത മനുഷ്യരുമൊക്കെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന വസ്തുത അവിടെ നിൽക്കെ അദ്ദേഹത്തിൽ മതത്തിന്റെ ചാപ്പ ആരോപിച്ച് അദ്ദേഹത്തെക്കുറിച്ചുള്ളതെല്ലാം ഒരു മതത്തിന്റെ എന്ന നിലയിൽ കെട്ടിവെക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കുമ്പോഴാണല്ലോ വിമർശനങ്ങൾക്ക് സ്കോപ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ആയാലും KPCC പ്രസിഡന്റ് ആയാലും ഒരു വിമർശനം ഉന്നയിക്കാൻ ആ വിമർശനം സംഗതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒറ്റ കാര്യമാണ് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അദ്ദേഹം സനാതനധർമ്മം ഉപയോഗിക്കാൻ പാടില്ല, ഹിന്ദുമതത്തെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന നിലപാടെടുത്തു. അപ്പോൾ മറ്റെല്ലാ മതങ്ങളും ആകാമോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തം. ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ചോളം തൃപ്പാദങ്ങൾ ആത്മജ്ഞാനം നേടിയ ആളാണ്, ദൈവാവതാരമാണ്. ആത്മജ്ഞാനം നേടിയ ഏതൊരാളും ജാതി മതങ്ങൾക്ക് അപ്പുറമാണ്, ദേശങ്ങൾക്കും അപ്പുറമാണ്. ഏകലോക സിദ്ധാന്തം പറഞ്ഞതാണ്. ക്രിസ്തുദേവനും നബി തിരുമേനിയും ഒക്കെ ആത്മജ്ഞാനം നേടിയവരാണ്. ആത്മജ്ഞാനം നേടിയവർക്ക് ഒരു മതിൽക്കെട്ടിൻ്റെയും അകത്ത് നിൽക്കുന്നവരല്ല. അത് ജാതിയുടെ ആയാലും മതത്തിൻ്റെ ആയാലും ദേശത്തിൻ്റെ ആയാലും. അതുകൊണ്ട് തന്നെ ഇവിടെ ഭാരതത്തിൻ്റെ തനത് സംസ്കാരത്തെ ഇല്ലാതാക്കാൻ, ഭാരതത്തിൻ്റെ തനത് ധർമ്മത്തെ, ഹിന്ദു മതത്തെ അല്ലെങ്കിൽ ഈ ധർമ്മത്തെ ഇല്ലാതാക്കുവാനുള്ള ഒരു ആസൂത്രിതമായ ഒരു പ്രചരണം. സനാതനധർമ്മം ഇല്ല, സനാതനധർമ്മം എന്ന് പറയുന്നത് വലിയ അപരാധമാണ്, അതിനകത്തെല്ലാം ദുർചെയ്തികൾ മാത്രമാണുള്ളത് എന്ന് വരുത്തിക്കൂട്ടാനുള്ളൊരു ആസൂത്രിതമായ പരിശ്രമം ഇവിടെ നടക്കുന്നത് കൊണ്ടാണ്
മുഖ്യമന്ത്രി ശിവഗിരിയുടെ വേദിയിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ ഒന്നും കൂടി ആളിക്കത്തിക്കാനായിട്ട് സനാതനധർമ്മത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ചത്. ഇവിടെ ശ്രീ ലിജു സൂചിപ്പിച്ചു, രാഷ്ട്രപിതാവിൻ്റെ മനസ്സിൽ ജാതിചിന്ത മതചിന്ത എപ്പോഴാണ് ഇല്ലാതാക്കിയത്? ശിവഗിരി സന്ദർശനത്തിന് ശേഷം ആ മാഞ്ചുവെട്ടിലിരുന്ന് ശ്രീനാരായണ ഗുരുദേവനും ഗാന്ധിജിയും തമ്മിൽ ചർച്ചയുണ്ട്. ആ ചർച്ച കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ആ മാവിലേക്ക് അത് പഴുത്തതായാലും പച്ചിലയായാലും ഒരേ സ്വാദാണ്, അതുകൊണ്ട് ഭാരതത്തിലെ എല്ലാ മനുഷ്യരും ഒരേപോലെയാണ് എന്ന് കൃത്യമായും ഗാന്ധിജിയെ ബോധ്യപ്പെടുത്തി കൊടുത്തത് ശ്രീനാരായണ ഗുരുദേവനാണ്. അതിനുശേഷം ആ ഗാന്ധിജി അദ്ദേഹം പറഞ്ഞ ഹരിജൻ യാത്രയും ഹരിജനോദ്ധാരണ പരിപാടികളും ഒക്കെ നടത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ആ തരത്തിൽ ഉള്ള ഒരു വലിയ പരിവർത്തനം നടത്തി ആ സനാതനധർമ്മത്തിൻ്റെ അന്നുവരെ ഉണ്ടായിരുന്ന മൂല്യച്യുതികളെയെല്ലാം മാറ്റി അത് എല്ലാവർക്കും സാധാരണക്കാരന് പ്രാപ്യമാവുന്ന രീതിയിലേക്ക് മാറ്റിയത് ശ്രീനാരായണ ഗുരുദേവനാണ്. അതുകൊണ്ട് ഇവിടെ സനാതനധർമ്മം എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, ഹിന്ദുമതം എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, ഭാരതീയ സംസ്കാരം എന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഇത് ആരുടെ പിൻബുദ്ധിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ല, ഇവിടെ ഈ ഒന്ന് ചർച്ചയിൽ തന്നെ ആവർത്തിച്ച് സൂചിപ്പിച്ച വിഷയം എനിക്ക് തോന്നുന്നു ലിജു അത് വളരെ കൃത്യമായി പറഞ്ഞു. നമ്മൾ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള പത്രലേഖനങ്ങളോ ഈ തരത്തിലുള്ള ലേഖനങ്ങളോ ഒക്കെ പരിശോധിച്ചാൽ ഈ സനാതനം അല്ലെങ്കിൽ സനാതനി എന്ന വാക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ് എന്നുള്ളതാണ്. അന്നത്തെ പഴയ വാർത്തകൾ ശ്രദ്ധിച്ചാൽ ഒരു ഉയർന്ന ഉദ്യോഗം നേടിയ താഴേക്കിടയിലുള്ള യുവാവിനെ സനാതനികൾ ജോലിയിൽ പ്രവേശിക്കാൻ സമ്മതിച്ചില്ല എന്ന് അന്നത്തെ മലയാള പത്രത്തിൽ വന്ന വാർത്ത വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വാക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? അത് വർണ്ണാശ്രമ ധർമ്മത്തിനെ ആണെങ്കിൽ മുഖ്യമന്ത്രി വർണ്ണാശ്രമ ധർമ്മത്തെക്കുറിച്ചല്ലേ പ്രസംഗം നടത്തിയത്, അതൊക്കെ ശരിയായിരുന്നു എന്ന അഭിപ്രായമാണോ ഇപ്പോൾ BJPക്കും താങ്കൾക്കും ഒക്കെ? അങ്ങനെയല്ലോ. അപ്പോൾ നമ്മളെ എല്ലാ കാര്യത്തെയും അതിന്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ചല്ലേ കാണേണ്ടത്. ഒരു വിമർശനം ഉണ്ടായാൽ ഉടനെ ഇതൊരു മതത്തിനെതിരെ, ഒരു ദർശനത്തിനെതിരെ, ഒരു പാരമ്പര്യത്തിനെതിരെയുള്ള വിമർശനമാണെന്ന് കാണുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് എന്റെ പ്രശ്നം. ശ്രീ അഭിലാഷേ, ഞാൻ സനാതനിയാന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി തന്നെയല്ലേ? വർണ്ണാശ്രമത്തെ ഒന്നും BJP ഒരിക്കലും അംഗീകരിക്കുന്നില്ല. വർണ്ണാശ്രമത്തെ BJP ഒരിക്കലും അംഗീകരിക്കുന്നില്ല. വർണ്ണാശ്രമത്തിനെതിരെയുള്ള വിമർശനമായിരുന്നല്ലോ ഇന്നലത്തെ ശ്രീനാരായണ ദർശനത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉച്ചരിച്ചുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപതി അടക്കം ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിച്ച വാക്ക് നമ്മുടെ മുന്നിലുണ്ട്. വർണ്ണാശ്രമധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മറികടന്നുകൊണ്ടും കാലത്തിനൊത്തു നിലനിൽക്കുന്നതാണ് ഗുരുവിന്റെ നവയുഗ മാനവിക ധർമ്മം എന്നല്ലേ ശിവഗിരിയിൽ പ്രസംഗിച്ചത്. മതങ്ങൾ നിർവചിച്ചു വെച്ചതല്ല ഗുരുവിന്റെ നവയുഗ ഈ മാനവിക ധർമ്മം എന്നുള്ളതും. ഗുരുവിന്റെ ധർമ്മം ഗുരു ആവർത്തിച്ച് വിശദീകരിച്ചിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമാണല്ലോ. അത് ഐതിഹ്യമല്ലല്ലോ, അത് റെക്കോർഡായി. അദ്ദേഹത്തിന്റെ സാഹിത്യം, ഗുരു വിശ്വസിച്ച ഗുരുവിന്റെ ദർശന പ്രപഞ്ചം നമ്മുടെ കൺമുമ്പിലില്ലേ? അക്ഷരം അറിയുന്ന ആർക്കും വായിച്ചു നോക്കിക്കൂടെ, മനസ്സിലാക്കിക്കൂടെ? ഗുരു പറഞ്ഞത് ഗുരുവിന്റെ ദർശനം മാനവിക ദർശനമാണ്. അതുകൊണ്ടാണല്ലോ അരുവിപ്പുറം പ്രതിഷ്ഠയിൽ വെച്ച വാക്കുകൾ നമ്മൾ ഇപ്പോഴും ആവർത്തിച്ച് പറഞ്ഞ് അതുകൊണ്ട് തന്നെയാണല്ലോ. പക്ഷേ ആ ഗുരുദേവ ദർശനം ഉൾക്കൊള്ളുവാൻ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ശരി, അതൊക്കെ വിശാലമായ സാമൂഹിക ചർച്ചകളാണ്. അതിനുള്ള സമയം നമുക്കില്ല. ഇപ്പോൾ സമയം അതിക്രമിച്ചിരിക്കുന്നത്. വളരെ നന്ദി. ഈ പാനലിൽ പങ്കെടുത്ത 5 പേർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുകയാണ്. നമസ്കാരം.